അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, നമ്മൾ ലഈഫായ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയിലാണുള്ളത്. അവസാനമായി നമ്മൾ വായിച്ച് നിർത്തിയത് 5ാമത്തെ ചർച്ചയാണ്. അൽ മബ്ഹസ് വൽ ഖാമിസ്, ലഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്നതിൻ്റെ വിധി, ഹുക്കുമ് എന്ത് എന്നുള്ളതാണ്. ആ വിഷയത്തിൽ വന്ന പൊതുവെ എല്ലാവരും ഉദ്ധരിക്കുന്ന 3 അഭിപ്രായങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഇനി ആ 3 അഭിപ്രായങ്ങളിൽ ഓരോന്നിനെയും സെപ്പറേറ്റ് നമ്മൾ വിശദീകരിക്കുകയാണ്. അവർ ആ പറഞ്ഞതിൻ്റെ ലക്ഷ്യം എന്താണ്? അങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം, ഈ 3 അഭിപ്രായങ്ങളും ചെന്നെത്തുന്നത് ഒറ്റ അഭിപ്രായത്തിലാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും നിലപാട് ദുർബല ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. 1ാമത്തെ സൈഡ് ഹെഡിങ് തൗദീഹുൽ ഖൗലിൽ അവ്വൽ, 1ാമത്തെ അഭിപ്രായക്കാരുടെ ആ അഭിപ്രായത്തിൻ്റെ വിശദീകരണം. എന്താണ് 1ാമത്തെ അഭിപ്രായക്കാരുടെ അഭിപ്രായം? ലഈഫായ ഹദീസ് ഒന്നിനും പറ്റുകയില്ല എന്നുള്ളത്. ഖാല ശൈഖു നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ്, വജുംലത്തുൽ ഖൗലി അന്നനാ നൻസഹു ഇഖ്വാനനാ അൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരന്മാരോട് നാം നസീഹത്ത് ചെയ്യുന്നു. ഫി മശാരിഖിൽ അർളി വ മഗാരിബിഹ, ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിലുള്ള, അയ്യദഉ അൽ അമല ബിൽ അഹാദീസിൽ ലഈഫ, ലഈഫായ ഹദീസ് കൊണ്ടുള്ള അമലിനെ അവർ ഉപേക്ഷിക്കണമെന്ന്, മുത്ലഖൻ, നിരുപാധികം. വയുവജ്ജിഹു ഹിമ്മതഹും ഇലൽ ഇൽമി ബിമാ സബത മിൻഹാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ആഗ്രഹങ്ങളെ, ലക്ഷ്യങ്ങളെ, അവരുടെ ഹിമ്മത്തിനെ അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടണമെന്നും എല്ലാവരോടും നാം നസീഹത്ത് ചെയ്യുന്നു. ഫഫീഹ മാ യുഗ്നി അനിൽ ലഈഫ, സഹീഹായ ഹദീസിൽ മതിയായതുണ്ട് ലഈഫിന്റെ ആവശ്യമില്ലാതെ തന്നെ. വഫീ ദാലിക മുൻജാത്തും മിനൽ വുഖൂഇ ഫിൽ കദിബി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാത്രമല്ല സഹീഹായ ഹദീസ് മാത്രം മുറുകെ പിടിക്കുക എന്നതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് പറയുക എന്ന ഗുരുതരമായ തെറ്റിൽ വീണു പോകുന്നതിൽ നിന്നുമുള്ള രക്ഷയുണ്ട്. വെറും സഹീഹായ ഹദീസ് മാത്രം മുറുകെ പിടിച്ചാൽ അയാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് പറഞ്ഞു എന്ന, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മേൽ ഉണ്ടാക്കപ്പെട്ട കള്ള ഹദീസുകളെ പ്രചരിപ്പിച്ച ആൾ എന്ന കുറ്റത്തിൽ പ്രവേശിക്കുകയില്ല. ലിയന്നനാ നഅരിഫു ബിത്തജ്രിബ അന്നല്ലദീന യുഖാലിഫൂന ഫി ഹാദാ, നമുക്ക് നമ്മുടെ അനുഭവത്തിൽ പരിചയമുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ വിഷയത്തിൽ എതിരായ ആൾക്കാർ, സഹീഹ് മാത്രം എടുക്കുന്നതിൽ കാർക്കശ്യം കാണിക്കാത്ത ആൾക്കാർ, ഖദ് വഖഉ ഫീമാ ദക്കർനാ മിനൽ കദീബ്, നമ്മൾ ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് പറയുക എന്ന ഗുരുതരമായ തെറ്റിൽ വീണു പോയിട്ടുണ്ട്. ലിയന്നഹും യഅമലൂന ബികുല്ലി മാ ഹബ്ബ വദബ്ബ മിനൽ ഹദീസ്, അവർ കെട്ടിയും കണ്ടിയാടിയ ഹദീസൊക്കെ അമൽ ചെയ്യാം. കാരണം അവർക്ക് വിഷയത്തിൽ ശുദ്ധത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഏതല്ല എന്ന പരിശോധനയിലൊന്നും അവർക്ക് ഒരു ഉറച്ച തീരുമാനമില്ല, ഒരു കണിശതയില്ല. എന്നതുകൊണ്ട് തന്നെ തോന്നിയത് അവർക്ക് കിട്ടിയ ഹദീസൊക്കെ അനുസരിച്ച് അവർ അമൽ ചെയ്യുന്നിടത്തെത്തി. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് പറയുക എന്ന കുറ്റത്തിൽ ചെന്ന് വീണവരായി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. വഖദ് അശാറ ഇലാ ഹാദാ ബിഖൗലിഹി കഫ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, റവാഹു മുസ്ലിം ഫീ മുഖദ്ദിമത്തി സ്വഹീഹിഹി. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിന്റെ മുഖദ്ദിമയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് അതിലേക്കുള്ളൊരു സൂചനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തിക്ക് അവൻ കളവ് പറയുന്നവനാകാൻ അവൻ കേട്ടതെല്ലാം പറഞ്ഞാൽ മതിയായതാണ്. കേട്ടതെല്ലാം പറയുന്നവൻ കളവ് പറയുന്നവനായി തീരാൻ മതിയായതാണ്. അതിന്റെ ശരീരം തെറ്റും പരിശോധിക്കുന്നില്ല, കേൾക്കുന്നതൊക്കെ പറഞ്ഞെടുക്കാം. ഒരു വ്യക്തിക്ക് കളവ് പറയുന്നവനാകാൻ അവൻ കേട്ടതെല്ലാം പറഞ്ഞാൽ മതി എന്ന്. വഅലൈഹി അഖൂൽ, ആയതിനാൽ ഞാൻ പറയുന്നു, കഫ ബിൽ മർഇ ളലാലൻ,
അൻ യഅമല ബികുല്ലി മാ സമിഅ. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറയാണ്, ഈ ഹദീസ് വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഒരു വ്യക്തിക്ക് വഴികേടായിട്ട് മതിയായതാണ് അവൻ കേട്ട ഹദീസൊക്കെ അനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളത്. കേട്ട ഹദീസെല്ലാം അമൽ ചെയ്താൽ അത് റസൂല പറഞ്ഞതാണല്ലോ എന്ന് സ്ഥിരപ്പെടുത്താതെ അത് വഴികേടിലേക്ക് അവനെ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ജാമിഉ സഗീർ എന്നതിൻ്റെ തസ്ഹീൽ, അതിൻ്റെ മുഖദ്ദിമയിലെതിയാണ് മുഖദ്ദിമത്തു സഹീഹിൽ ജാമിഉ സഗീർ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞ കാര്യങ്ങളാണിത്. ഇതാണ് ഒന്നാമത്തെ കൂട്ടരുടെ നിലപാട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞത് നമുക്കെന്ത് മതി? സഹീഹായ ഹദീസ് തന്നെ ധാരാളം മതി, ദഈഫിൻ്റെ ആവശ്യം നമുക്കില്ല. ദഈഫും സഹീഹും പരിശോധിക്കാതെ കേട്ട ഹദീസൊക്കെ അമൽ ചെയ്യുക എന്നുള്ളത് വലിയ ഗുരുതരമായ തെറ്റിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വലില്ലാഹി ദർറു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഹൈസു യഖൂലു ഫിൽ ഫതാവ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞു, വകദാലിക മിമ്മാ ഹറമഹുല്ലാഹു തആല അൻ യഖൂല അർ-റജുലു അലല്ലാഹി മാ ലാ യഅലം. അപ്രകാരം തന്നെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ് ഒരു വ്യക്തി അറിയാത്ത കാര്യം അള്ളാഹിന്റെ പേരിൽ പറയുക. അള്ളാഹിന്റെ പേരിൽ പറയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കുക. അറിയാത്ത കാര്യം സംസാരിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ മേൽ കള്ളം ആരോപിക്കലാണ്. ഒരു കാര്യം ദീനാണ് എന്ന് ഒരാൾ അറിയാത്തത് പറഞ്ഞാൽ അയാൾ അള്ളാഹുവിന്റെ മേൽ കള്ളം ആരോപിച്ച ആളാണ്. ഏറ്റവും വലിയ ആരോപണം, അപരാധം എന്താണ്? അള്ളാഹിന്റെ മേൽ കള്ളം ആരോപിക്കലാണ്. അൽ ഖൗലു അലല്ലാഹി ബിഗൈരി ഇൽം, അറിവില്ലാതെ ദീൻ സംസാരിക്കൽ ഗുരുതരമായ തെറ്റാണ്. മിത്ലു അൻ യർവി അനില്ലാഹി വറസൂലിഹി അഹാദീസ യജ്സിമു ബിഹാ വഹുവ ലാ യഅലമു സിഹതഹാ. അത് സഹിയാണെന്ന് അറിയാതെ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും ഹദീസുകൾ ഉദ്ധരിക്കുന്നത് അതിന് ഉദാഹരണമാണ്. അവൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇത് റസൂൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവനക്ക് ഉറപ്പില്ല അത് സഹിയാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. സഹിയാണെന്ന് അറിയാത്ത ഹദീസുകളെ അള്ളാഹ് പറഞ്ഞു റസൂലുള്ളാഹ് പറഞ്ഞു എന്നവൻ ഉറപ്പിച്ച് പറയുന്നത് അറിവില്ലാതെ അള്ളാഹിന്റെ പേരിൽ സംസാരിക്കുന്ന ആളുടെ ഗണത്തിൽ പെടും. അത് ഹറാമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. വഖാല ഇബ്നു ഹസം റഹിമഹുല്ലാഹ്, ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വൽ ഖാമിസു, അദ്ദേഹം കുറേ കാര്യങ്ങൾ എണ്ണി ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഷൈഉൻ നുഖില കമാ ദക്കർന ഇമ്മാ ബിനഖിൽ അഹ്ലിൽ മശ്രിഖി വൽ മഗ്രിബി ഔ കാഫത്തിൻ അൻ കാഫത്തിൻ ഔ സിക്കത്തിൻ അൻ സിക്ക ഹത്താ യബ്ലുഗ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തെ കാര്യം, കുറേ ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന സനദിൽ ഒരു കാര്യം ഉദ്ധരിക്കലാണ്. അത് മശ്രിക്കിലും മഗ്രിബിലുമുള്ള ആൾക്കാരാവട്ടെ, ഒരു കൂട്ടം പേര് തൊട്ടാവട്ടെ, ഒരു സിക്കത്തായ വ്യക്തിയിൽ നിന്നാകട്ടെ, എങ്ങനെയാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന ഒരു ഹദീസ് പറഞ്ഞു, ഇല്ല അന്ന തരീഖ ഫീഹി റജുലുൻ മജ്റൂഹ്. എന്നാൽ ആ ഉദ്ധരിച്ച ആള് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന ആ സനദിന്റെ ഇടയിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ആരോപിക്കപ്പെട്ട വ്യക്തിയാണ്, ജർഹ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. മജ്റൂഹ് യക്ദിബു, കളവ് പറയുന്ന ആളാണ്. ഔ ഫീഹി ഗഫ്ല, അല്ലെങ്കിൽ അയാൾ മുഗഫലാണ്, ഗഫലത്തുള്ള ആളാണ്. ഔ മജ്ഹൂലുൽ ഹാൽ, അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ അറിയില്ല, സ്വീകാര്യനാണോ എന്ന് അറിയാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ആളുള്ള സനദാണെങ്കിൽ ഫഹാദ അയ്ലൻ യഖൂലു ബിഹി ബഅദുൽ മുസ്ലിമീൻ, ചില ആൾക്കാർ അതൊക്കെ ഉദ്ധരിക്കാറുണ്ട്. വലാ യഹില്ലു ഇൻദനാ അൽ ഖൗലു ബി, എന്നാൽ നമ്മുടെ അടുക്കൽ അത് അനുവദനീയമല്ല. വലാ തസ്ദീഖുഹു വലൽ അഖ്ദു ബിശൈഇൻ, അതിന് സത്യപ്പെടുത്തലും ജൈസല്ല, അതിൽ നിന്നും ഒന്നും തന്നെ സ്വീകരിക്കലും ശരിയാവില്ല. കാരണം സഹിയായ റിപ്പോർട്ടല്ല. ഒരു കള്ളനായ വ്യക്തി അല്ലെങ്കിൽ സ്വീകാര്യനല്ലാത്ത വ്യക്തി ആ സനദിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഖാലൽ ഇമാമു മുസ്ലിം റഹിമഹുല്ലാഹ് വഇന്നമാ അൽസമു അൻഫുസഹും അൽ കശ്ഫ അൻ മആയിബി റുവാത്തിൽ ഹദീസ്. ഹദീസ് ഉദ്ധരിക്കുന്ന ആൾക്കാരുടെ ഐബ്, ന്യൂനതകൾ അത് വെളിവാക്കുന്നതിൽ അവർ സ്വന്തത്തെ നിർബന്ധിപ്പിച്ചത്. വനാഖിലി അൽ അഖ്ബാർ, ഹദീസ് ഉദ്ധരിക്കുന്ന ആൾക്കാരുടെ ന്യൂനതകൾ പുറത്തു കാണിക്കണം എന്നതിൽ അവർ സ്വന്തത്തെ നിർബന്ധിപ്പിച്ചത്. അങ്ങനെ ചെയ്യണമെന്നവർ ഫത്വ കൊടുത്തത്. ഇനസുയിലു, അവർ ചോദിക്കപ്പെട്ടപ്പോൾ ലിമാ ഫീഹി മിൻ അലീമിൽ ഖതർ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ്. ഒരാളുടെ ഐബ് പറയാണ്, അയാൾ ശരിയല്ല, ആൾ കളവ് പറയുന്ന ആളാണ്. ഇത് പണ്ഡിതന്മാർ ഫത്വ വരെ കൊടുത്തു, അത് പറയാം. മാത്രമല്ല അവർ സ്വന്തം നിലക്ക് ഓരോരുത്തരുടെയും ഐബുകൾ പറയല്ല ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആളുടെ. എന്തുകൊണ്ടാണ്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വീകാര്യമായ വഴിക്ക് തന്നെ അത്
വരേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഇത് അൽ അഖ്ബാറു ഫി അംരി ദീൻ ഇന്നമാ തഅതി ബിതഹ്ലീലിൻ ഔ തഹരീമിൻ ഔ അംറിൻ ഔ നഹ്യിൻ ഔ തർഗീബിൻ ഔ തർഹീബ്. ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കാര്യം വരിക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ഹലാലാന്ന് പറയലാണ്, അല്ലെങ്കിൽ ഹറാമാന്ന് പറയലാണ്, അല്ലെങ്കിൽ കൽപ്പന ഉണ്ട് എന്ന് പറയലാണ്, അല്ലെങ്കിൽ നിരോധനം ഉണ്ട് എന്ന് പറയലാണ്, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കലാണ്, അല്ലെങ്കിൽ പേടിപ്പിക്കലാണ് പോലുള്ള കാര്യങ്ങളാണ്. അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ആരെങ്കിലും ഉദ്ധരിച്ചാൽ പറ്റൂല. അതുകൊണ്ടാണ് ഹദീസ് ഉദ്ധരിക്കുന്ന ആൾക്കാരുടെ ഐബുകൾ പരിശോധിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ രംഗത്ത് വന്നത് എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി പറയാണ്. അപ്പൊ ഇവരൊക്കെ ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? സഹിയായ ഹദീസ് മാത്രമേ എന്തിനും പറ്റുള്ളൂ, ലൈഫ് പറ്റുകയെന്നില്ല. വഖാല ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ, ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വലാഹിറു മാ ദക്കറഹു മുസ്ലിമുൻ ഫീ മുഖദ്ദിമത്തി കിതാബിഹി. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിന്റെ സഹീഹിന്റെ ആമുഖത്തിൽ പറഞ്ഞ കാര്യം യഖ്തലി അന്നഹു ലാ തുർവ അഹാദീസു തർഗീബ് വ തർഹീബ് ഇല്ലാ അമ്മൻ തുർവ അൻഹുൽ അഹ്കാം. അദ്ദേഹത്തിന്റെ വാക്ക് ഈ അവസാനം നമ്മൾ വായിച്ച വാക്കുണ്ടല്ലോ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെ വാക്ക്, അതിലൂടെ മനസ്സിലാകുന്ന കാര്യം ഇമാം മുസ്ലിമിന്റെ അടുക്കൽ അഹ്കാമുകൾ ഉദ്ധരിക്കുന്നത് ആരിൽ നിന്നാണോ അവരിൽ നിന്നേ ഫലായിന്റെ ഹദീസ് ഉദ്ധരിക്കാൻ പാടുള്ളൂ. തർഗീബ് തർഹീബിന്റെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകളും ഉദ്ധരിക്കാൻ പാടുള്ളൂ എന്നാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെയും അഭിപ്രായം. അപ്പോൾ ഇത്രയും പണ്ഡിതന്മാരെ കൗൽ ഉദ്ധരിച്ചത്, ഈ പണ്ഡിതന്മാരൊക്കെ ശക്തമായിട്ട് പറയുന്നത് എന്താണ്? നമുക്ക് സഹീഹായ ഹദീസ് മാത്രം മതി, ദഈഫ് ഉദ്ധരിക്കാൻ പറ്റുകയില്ല ഒരു വിഷയത്തിലും. അഹ്കാമിലും പറ്റൂല, അഖീദക്കും പറ്റൂല, ഫലാൽ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അഖൂൽ. ഇനി എൻ്റെ വക വിശദീകരിക്കുകയാണ്. ഈ പണ്ഡിതന്മാരുടെ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അൽ അയിമത്തു കുല്ലുഹും ഇത്തഫഖു, ഈ പറഞ്ഞ അയിമത്തുകളെല്ലാം ഏകാഭിപ്രായക്കാരാണ്. അല അന്നൽ ഹദീസൽ ലഈഫ ലാ യുഅമലു ബിഹി ഫിൽ അഖായിദ് വലാ ഫിൽ ഹലാൽ വലൽ ഹറാം മിനൽ ഇബാദാത്ത് വൽ മുആമലാത്ത് വലാ യജൂസുൽ ഇഅ്തിമാദു അലൈഹി ഫി ബിനാഇൽ അഹ്കാമിൽ അമലിയത്തിൽ മശ്ഹൂറ. പണ്ഡിതന്മാരെല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. ലഈഫായ ഹദീസ് അഖീദ സ്ഥാപിക്കാൻ വേണ്ടി പറ്റൂല, ഹലാല് ഹറാമുകൾ സ്ഥാപിക്കാൻ, അത് ഇബാദത്തുകളാകട്ടെ ഇടപാട് കാര്യങ്ങളാകട്ടെ പറ്റുകയില്ല. അതുപോലെ തന്നെ അറിയപ്പെട്ട കർമ്മപരമായ വിധിവിലക്കുകളെ സ്ഥാപിക്കാൻ ലഈഫായ ഹദീസിനെ ആസ്വദിക്കാനും പറ്റുകയില്ല എന്ന വിഷയത്തിൽ ഈ പണ്ഡിതന്മാരെല്ലാം ഇത്തിഫാഖാണ്. ഇത് കൈഫ തകൂനു മശ്ഹൂറ, എങ്ങനെയാണ് ഒരു അമൽ മശ്ഹൂറാകുക? വലാ യൂജദു ഹദീസുൻ സഹീഹ് യുഅ്തമദു അലൈഹി, ആ അമലിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സഹിയായ ഹദീസ് നിലവിലില്ല. അങ്ങനെയുള്ള ഹദീസ് എങ്ങനെയാണ് ദീനിൽ പ്രസിദ്ധമായ അമലാകുക? ഒരിക്കലും ആകുകയില്ല. വല വത്തഫഖു ഐലൻ അല അൻ ലാ യജൂസൽ അമലു ബിൽ ഹദീസ് അല്ലദീ ഇസ്തദ ലഅഫു. അതേപോലെ തന്നെ അയിമത്തുകളെല്ലാം ഇത്തിഫാഖാണ്, കഠിന ദുർബലമായ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാൻ പറ്റുകയില്ല. ഔ മാ കാന മൗദൂഅൻ മുത്ലഖൻ, അല്ലെങ്കിൽ വ്യാജ കള്ള ഹദീസുകൾ കൊണ്ടും അമൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന വിഷയത്തിലും ഇത്തിഫാഖാണ്. ലാ ഫി അഹ്കാമിൻ ശറഇയ്യ, ശറഇയ്യായ വിധിവിലക്കുകൾ സ്ഥാപിക്കാനും പറ്റൂല. വലാ ഫി ഫളായിൽ അമാൽ, അമലുകളെ ശ്രേഷ്ഠത പറയാനും പറ്റൂല. വലാ തഹില്ലു റിവായത്തുഹു, അതിനെ ഉദ്ധരിക്കാനും പറ്റൂല. ഇല്ല അലാ സബീലിൽ ഖദ്ഹി വ തൻഫീരി, അത് ശരിയല്ല എന്ന് പറയാനല്ലാതെ, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ദുർബലമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാവരും അത് ഉദ്ധരിക്കാനും പാടില്ല. പ്രോത്സാഹിപ്പിക്കാനോ പ്രേരിപ്പിക്കാനോ വേണ്ടി അത് ഉദ്ധരിക്കരുത് എന്നാണ് ഈ അയിമത്തുകൾ എല്ലാം പറയുന്നത്. ഈ ഒരു അഭിപ്രായമാണ് നമ്മൾ ബലപ്പെടുത്തുന്നത്. ഈ അഭിപ്രായത്തിലേക്കാണ് മറ്റുള്ളവരെ നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ പണ്ഡിതന്മാരുടെ കൗലുകളൊക്കെ വായിച്ച് പൂർത്തിയാകുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. വഖാല നബവി റഹിമഹുല്ലാഹി ഫി ശർഹി മുസ്ലിം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഹീഹിൽ അതിനെ ശറഹ് ചെയ്തുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഫഇന്നൽ അയിമ്മത ലാ യർവൂന അനിൽ ദുഅഫാഇ ശൈഅൻ യഹ്തജൂന ബിഹി അലൻഫിറാദിഹി ഫിൽ അഹ്കാം. അയിമ്മത്തുകൾ, ഇമാമുമാർ ദുർബലരായ ആൾക്കാരിൽ നിന്നും അഹ്കാമുകൾ സ്ഥാപിക്കാൻ വേണ്ടി അവർ ഒറ്റപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അവർ തെളിവിനെടുക്കുകയേ ഇല്ല. ഫഇന്ന ഹാദാ ശൈഉൻ ലാ യഫ്അലുഹു ഇമാമുൻ മിൻ അയിമ്മത്തിൽ മുഹദ്ദിസീൻ, ഈ ഒരു കാര്യം മുഹദ്ദിസുകളുടെ ഒരു ഇമാമും ചെയ്യുകയില്ല. വലാ മുഹഖിഖും മിൻ ഗൈരിഹിം മിനൽ ഉലമ, അതുപോലെ തന്നെ മറ്റ് തഹ്ഖീഖുള്ള മുഹഖിഖുകളായ പണ്ഡിതന്മാർ ആരും തന്നെ ഈ ഒരു പ്രവണത ചെയ്യുകയില്ല. ഒരു ഹുക്ം സ്ഥാപിക്കാൻ ദുർബലമായ ഹദീസിനെ ലൈഫായ റാവിയിൽ ഒറ്റപ്പെട്ട് സ്ഥിരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ എടുക്കുകയില്ല എന്ന് ആരും ചെയ്യുകയില്ല.
എന്നിട്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയാണ് വഅമ്മാ ഫിഉലു കസീരീന മിനൽ ഫുഖഹാ ഔ അക്സരിഹിം ദാലിക വഅതിമാദുഹും അലൈഹി ഫലൈസ ബിസവാബ് ബൽ ഖബീഹുൻ ജിദ്ദ. എന്നാൽ കുറെ ഫുഖഹാക്കളായ ആൾക്കാർ, ഫിഖിന്റെ പണ്ഡിതന്മാർ, അവർ ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്നതായിട്ട് കാണാം, ഒരു ഫിഖിന്റെ അമലുകൾ സ്ഥാപിക്കുന്നത് കാണാം. പലരും ദുർബല ഹദീസുകളെ ഫിഖി മസലകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആസ്വദിക്കുന്നത് കാണാം. അതൊരിക്കലും ശരിയല്ല, എന്നുള്ളത് വളരെ മോശമായ കാര്യമാണ്. ആരെ പറഞ്ഞു? ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയാൻ വദാലിക ലിഅന്നഹു ഇൻ കാന യഅരിഫു ദഅഫഹു ലം യഹില്ല ലഹു അൻ യഹ്തജ്ജ ബിഹി. അതെന്തുകൊണ്ടാണ് മോശം പറയാൻ കാരണം? ആ ഹദീസ് ലൈഫാണ് എന്ന് ആ ഫഖീഹിന് അറിയാമെങ്കിൽ ഒരിക്കലും ഓനക്ക് എന്തല്ല, അതുകൊണ്ട് തെളിവെടുക്കൽ അനുവദനീയമല്ല. ഫഇന്നഹു മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുഹ്തജ്ജു ബിൽ ലൈഫ് ഫിൽ അഹ്കാം. കാരണം ഇമാമുമാരെല്ലാവരും, ഈ പറയപ്പെട്ട ഫുഖഹാക്കളടക്കം ഇത്തിഫാക്കാണ് ലൈഫായ ഹദീസ് ഹുക്ം സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറ്റൂല എന്ന വിഷയത്തിൽ. വൈൻകാന ലാ യഅരിഫു ദഅഫഹു, ഇനി ഈ ഹദീസ് ലൈഫാണെന്ന് അറിയാണ്ടാണ് അവൻ എടുത്തത് എങ്കിൽ ലം യഹില്ല ലഹു യഹ്ജും അലൽ ഇഹ്തിജാജ് ബിഹി മിൻ ഗൈരി ബഹ്സിൻ അലൈഹി ബിത്തഫ്തീഷി അൻ. അറിയാത്ത ഒരാളാണ് എങ്കിൽ അതിന്റെ സിഹത്തും അറിയുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്നും ഫിഖി മസല ഇസ്തിൻബാത്ത് ചെയ്യലും നമുക്ക് ജായിസല്ല, അന്വേഷിക്കണം. അറിയുന്ന ആളാണെങ്കിൽ എന്തായാലും ജായിസല്ല. ലൈഫായ ഹദീസ് എന്ന് അറിഞ്ഞിട്ടും അതുകൊണ്ട് ഹുക്കം കൊടുക്കാന്ന് പറഞ്ഞാൽ തീരെ ശരിയല്ല, അനുവദനീയമല്ല. ഇനി അറിയാത്ത ആളാണെങ്കിൽ അതിന്റെ സിഹത്തും അറിയാണ്ട് എങ്ങനെയാണ് അതിൽ നിന്ന് തെളിവെടുക്കുക? അതും പറ്റുകയില്ല. അയാൾ അത് ആദ്യം ചെയ്യണമായിരുന്നു, ഹദീസ് പഠിക്കണമായിരുന്നു, അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യണമായിരുന്നു, കുലംകുശമായി അന്വേഷിക്കണമായിരുന്നു. ഇൻകാന ആരിഫൻ, അയാൾ പരിശോധിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ, ഉസൂൽ ഹദീസൊക്കെ അറിയുന്ന ആളാണെങ്കിൽ. ഇനി ഉസൂൽ ഹദീസ് ഒന്നും അറിയാത്ത ഫഖീഹാണെങ്കിൽ ഔ ബിസ്വാലി അഹ്ലിൽ ഇൽമി ബി, ഉസൂൽ ഹദീസൊക്കെ അറിയുന്ന, തസ്ഹീഹും തളീഫൊക്കെ നടത്താൻ അറിയുന്ന, ഹദീസിന്റെ ലൈഫും സഹിയൊക്കെ അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടെങ്കിലും അവരത് മനസ്സിലാക്കണമായിരുന്നു. ഫുഖഹാക്കളെ കുറിച്ച് പറയുന്നത് ഇല്ലം യകുൻ ആരിഫൻ, അയാൾ അറിയാത്ത ആളാണെങ്കിൽ. വല്ലാഹു അലം, അള്ളാഹുവാണ് ഏറെ അറിയുന്നവൻ. ഇൻതഹ കലാം. ഇമാം നബവി റഹ്മത്തുള്ളാഹി ശറഹ് മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞതാണ്. വഖാല ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഫി കിതാബിഹി അൽ മശ്ഹൂർ അൽ എന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വമാ സാല അഹ്ലുൽ ഹദീസ് ഫിൽ ഖദീമി വൽ ഹദീസ്, പഴയകാലം മുതലേ ഇന്നും അന്നും ഇന്നും ഹദീസ് പണ്ഡിതന്മാർ എന്നും അവർ യുസബ്ബിതൂൻ, ഹദീസിനെ സ്ഥിരപ്പെടുത്തുമായിരുന്നു, ഉറപ്പുവരുത്തുമായിരുന്നു. ഫല യഖ്ബലൂന റിവായത്തല്ലതി യഹ്തജ്ജൂന ബിഹാ വയഹില്ലൂന ബിഹാ വയുഹർരിമൂന ബിഹാ വയുഹില്ലൂന ബിഹാ വയുഹർരിമൂന ബിഹാ ഇല്ലാ അമ്മൻ അമിനു. പഴയകാലം മുതൽ ഇന്നോളമുള്ള ഹദീസ് പണ്ഡിതന്മാരെല്ലാവരും അവർ ഒരു ഹദീസ് തെളിവെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹദീസ് വെച്ചുകൊണ്ട് ഒരു കാര്യം ഹലാലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ഹറാമാണെന്ന് പറയുകയാണെങ്കിൽ ആ ഹദീസ് ധരിച്ച ആൾ അവർക്ക് വിശ്വസ്തരായ ആൾക്കാരായിരിക്കും. അല്ലാത്ത ആൾക്കാരൊന്നും ചെയ്യാറില്ല. അഹ്ലുൽ ഹദീസ് ഇമാം ഷാഫി പറയാണ്, പഴയകാലം മുതലേ, അതായത് താബീങ്ങൾ മുതൽ ഇങ്ങോട്ടേയുള്ള പ്രവർത്തനം അങ്ങനെയാണ്. അവർക്ക് നിർഭയത്വമുള്ള, അവർക്ക് വിശ്വസ്തതയുള്ള ആൾക്കാരിൽ നിന്ന് മാത്രമേ അവർ ഹലാൽ ഹറാമുകൾ തീരുമാനിക്കാറുള്ളൂ. അപ്പൊ അഹ്കാമുൽ വിഷയത്തിൽ എന്തായാലും എന്തെയില്ല, ലൈഫ് ഹദീസ് പറ്റുകയില്ല. അവരെല്ലാവരും ഇത്തിഫാഖാണ്. وقال النووي رحمه الله ولا تغترن بكثرة المتساهلين في العمل والاحتجاج في الأحكام بالأحاديث الضعيفة. ലൈഫായ ഹദീസ് കൊണ്ട് അഹ്കാമുകൾ, വിധിവിലക്കുകളിൽ തെളിവെടുക്കുന്ന, അതനുസരിച്ച് അമൽ ചെയ്യുന്ന അലസന്മാരായ ആൾക്കാരുടെ ആധിക്യം കണ്ട് നീ വഞ്ചിതനാവണ്ട. കുറേ ആൾക്കാരുണ്ട് ലൈഫ് ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്നത്, ലൈഫ് ഹദീസ് കൊണ്ട് അമലുകളെ ഹുക്മുൻ ശറഈനെ സ്ഥാപിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആധിക്യം കണ്ട് നീ എന്ത് ചെയ്യണ്ട, വഞ്ചിതനാവണ്ട. വൈൻകാനു മുസന്നിഫീന വഅയിമ്മത്തിൻ ഫിൽ ഫിഖ് വഅയിമ്മത്തൻ ഫിൽ ഫിഖ് വഗൈരി, അവർ ഗ്രന്ഥരചിക്കുന്ന പണ്ഡിതന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഫിഖിലോ മറ്റിലോ ഇമാമുമാർ തന്നെ ആയിക്കോട്ടെ, നീ എന്ത് ചെയ്യണ്ട, അവരെ ആധിക്യം കണ്ടിട്ട് വഞ്ചിതരാവണ്ട. അഹ്കാമുകൾക്ക് ലൈഫ് ഹദീസ് പറ്റുകയില്ല. വഅക്തറു മിൻ ദാലിക ഫീ കുതുബിഹിം, ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി ഇത് ചെയ്തിട്ടുണ്ട്. വലൗ സുഇലു അൻ ദാലിക, എന്തിനാ നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ ലൈഫായ ഹദീസ് അമലിന് പറ്റോ എന്ന് അവരോട് ചോദിച്ചാൽ ലഅജാബു ലാ യുഅതമദു ഫീ ദാലിക ലൈഫ്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ലൈഫ് പറ്റൂല എന്ന് പറയുകയും ചെയ്യും. അവരോട് ചോദിക്കാണ്, നിങ്ങൾ ലൈഫായ ഹദീസ് അമൽ ചെയ്യാൻ പറ്റുമോ? ഇമാം നവവി പറയാണ്,
അവർ പറയും ലൈഫ് ഹദീസിന് അമൽ ചെയ്യാൻ പറ്റൂല എന്നവരെ കിതാബിൽ മുഴുവനും ലൈഫ് ഹദീസാണ് താനും. അതുകൊണ്ട് അവരൊക്കെ ഇത്തിഫാക്കായ കാര്യമാണ് ലൈഫ് ഹദീസ് കൊണ്ട് അഹ്കാമുകളെ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ട് വഞ്ചിതരാകണ്ട. വഖാല അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇസ്തഹറ അന്ന അഹ്ലൽ ഇൽമി യതസാമഹൂന ഫി ഇറാദിൽ അഹാദീസ് ഫിൽ ഫളായിൽ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയാണ്, പണ്ഡിതന്മാര് ഫളായിലിന് വേണ്ടിയിട്ട് ഹദീസുകളെ കൊണ്ടുവരുന്ന വിഷയത്തിൽ അലസത തസാമുഹ് കാണിച്ചിട്ടുണ്ട്, കണിശത കാണിക്കാതിരുന്നിട്ടുണ്ട് എന്ന കാര്യം പ്രസിദ്ധമായിട്ടുണ്ട്. വൈൻകാന ഫിഹാ ലഅഫുൻ, അത് ലൈഫ് ആണെങ്കിൽ പോലും, മാലം തക്കുൻ മൗദൂഅ, അത് മൗദൂ അല്ലെങ്കിൽ കള്ള ഹദീസ് അല്ല എങ്കിൽ, ദുർബല ഹദീസ് മാത്രമാണ് എങ്കിൽ അത് ഫളായിലിന് കൊണ്ടുവരാം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ കണിശത കാണിച്ചിട്ടില്ല എന്നത് പ്രസിദ്ധമായിട്ടുണ്ട്. വയംബഗി മാ ദാലിക, അങ്ങനെ പ്രസിദ്ധമായിട്ടുണ്ട് എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്തിറാത്തു അൻ യഅതഖിദൽ ആമിലു, ആ ഫളായിലിന് വേണ്ടി ആ ഹദീസ് കൊണ്ടുവരുന്ന ആൾ വിശ്വസിക്കണം കൗന ദാലിക്കൽ ഹദീസ് ലൈഫ, ആ ഹദീസ് ലൈഫാണെന്ന് വിശ്വസിക്കണം, സഹിയല്ല, നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടില്ലെന്ന് വിശ്വസിക്കണം. വഅല്ലാ യുശ്ഹറ ദാലിക ലിഅൻ ലാ യഅമൽ അൽ മർഉ ബി ഹദീസ് ലൈഫ്, എന്തിനാണ് അത് പ്രസിദ്ധപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് അതിലൂടെ പ്രസിദ്ധപ്പെടും, ഓനെ ലൈഫായ ഹദീസ് ആണ് എന്ന് ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, ആൾക്കാർ അതനുസരിച്ച് അമൽ ചെയ്തു പോകും. അപ്പൊ എന്താവും, മാറും, ലൈഫായ ഹദീസിന് അമൽ ചെയ്തു, ഫയുശ്റഉ മാ ലൈസ ബിശറഇൻ, ശറ അല്ലാത്തൊരു കാര്യം ശറആണ് എന്നായി മാറും. ശറ അല്ലല്ലോ, ലൈഫ് ഹദീസ് കൊണ്ട് ദീൻ സ്ഥിരപ്പെടൂലല്ലോ, എന്നായി മാറും. ഔ യറാഹു ബഅദുൽ ജുഹാൽ ഫയളുന്നു അന്നഹു സുന്നത്തുൻ സഹീഹത്തുൻ, ചില വിഡ്ഢികൾ എന്ത് ചെയ്യും, ഒരാൾ അമൽ ചെയ്യുന്ന കണ്ടാലിരിക്കും, അത് സഹിയായ സുന്നത്താന്ന് വെച്ചിട്ട് അമൽ ചെയ്യും. ഇതൊക്കെ കാരണമായി തീരും ഒരു ലൈഫ് ഹദീസ് അമൽ ചെയ്താൽ. അതുകൊണ്ട് ആദ്യം അത് ലൈഫാണ് എന്ന് അമൽ ചെയ്യുന്ന ആൾ വിശ്വസിക്കണം. അമൽ ചെയ്യുന്ന ആൾക്കത് ലൈഫാണെന്ന് ബോധ്യം ഉണ്ടാകണം ആദ്യം, ഫളായിൽ വേണ്ടി കൊണ്ടുവരാണെങ്കിൽ. അഹ്കാമുകളുടെ വിഷയത്തിലല്ല പറയുന്നത്. വഖദ് സറഹ ബിമാന ദാലിക അൽ ഉസ്താദ് അബൂ മുഹമ്മദ് ഇബ്നു അബ്ദുസ്സലാം വഗൈറുഹു, ഇത് ഇബ്നു അബ്ദുസ്സലാം, മുഹമ്മദ് ഇബ്നു അബ്ദുസ്സലാം പോലുള്ള പണ്ഡിതന്മാരൊക്കെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വൽയഹ്ദരിൽ മർഉ മിൻ ദുഖൂലിഹി തഹ്ത ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓരോ വ്യക്തിയും പേടിക്കേണ്ടതുണ്ട് അവൻ പ്രവേശിക്കുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാചകത്തിന്റെ ചോട്ടിൽ. എന്താണ്, മൻ ഹദ്ദസ അന്നി ബിഹദീഥിൻ യറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ, ആരെങ്കിലും എന്നെ തൊട്ടൊരു ഹദീസ് പറയുകയും അവനത് കളവാണ് എന്ന് അറിയുകയും ചെയ്തിട്ടും അവനത് ഉദ്ധരിക്കുകയും ചെയ്താൽ അവൻ രണ്ട് കള്ളന്മാരിൽ ഒരാളായി മാറും എന്ന ഹദീസിന്റെ ആ താഹീദിൽ അവൻ പ്രവേശിക്കുമോ എന്ന് ഓരോ വ്യക്തിയും പേടിക്കേണ്ടതുണ്ട് എന്ന്. ഫകൈഫ ബിമൻ അമില ബി, ഹദീസ് ഉദ്ധരിക്കുന്ന ആളെ വിഷയം ഇങ്ങനെയാണ് എങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? വലാ ഫൗക ഫിൽ അമലി ബിൽ ഹദീസ് വലാ ഫർഖ ഫിൽ അമലി ബിൽ ഹദീസ് ഫിൽ അഹ്കാം ഔ ഫിൽ ഫളായിൽ ഇതിൽ കുല്ലു ശറഉൻ, ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്ന വിഷയത്തിൽ ഒരു വ്യത്യാസമില്ല. അത് അഹ്കാമാണെങ്കിലും ശരി ഫളായിലാണെങ്കിലും ശരി എല്ലാം ശറഅാണ്, ദീനാണ് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം തബീനുൽ അജബ് ബിമാ വർദ ഫി ഫളി റജബ് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. ഇത്രയും വചനങ്ങളിലൂടെ ഇവരൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? സഹിയായ ഹദീസ് മാത്രം പിടിക്കാൻ ശ്രദ്ധിക്കുക. ലൈഫായ ഹദീസ് അത് ഫളായിലാണെങ്കിൽ പോലും ഗുരുതരമായ തെറ്റിലേക്ക് അവനെ കൊണ്ടെത്തിക്കും. റസൂലുള്ളാഹിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളം പറയുന്നവനാകാൻ അവൻ കാരണമായി തീരും. ദീനല്ലാത്ത കാര്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ ദീനായി അവതരിക്കുന്നിടത്തേക്ക് എത്തും. പലരും അത് സഹീഹായ സുന്നത്താണ് എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമായി തീരും. അതൊക്കെ ദീനിൽ ഇല്ലാത്ത കാര്യം ദീനിൽ കയറ്റുന്ന ഗണത്തിൽപ്പെടും. അതുകൊണ്ട് സഹീഹിലേക്ക് മാത്രം തിരിയുക എന്നതാണ് ഇവരൊക്കെ ഇവരുടെ വാക്കുകളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. ഇതാണ് ഒന്നാമത്തെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇവരെല്ലാവരും ഒന്നാമത്തെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിനോട് അനുകൂലിക്കുന്നു. ഇവരൊക്കെ ലൈഫായ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോഴൊക്കെ ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന എന്താണ്? സഹീഹിൽ തന്നെ നിൽക്കുക, അത് മതി നമുക്ക് എന്നിടത്താണ്. അത് ഹാഫിദിന്റെ അവസാനത്തെ വാക്ക് അത് ഫളായിലാണെങ്കിലും ശരി ഇതിൽ കുല്ലു ശറഉൻ, ഹക്കാമാണെങ്കിലും ഫളായി ആണെങ്കിലും എല്ലാം എന്താണ്? ദീനാണ് എന്ന വർത്താനം. രണ്ടാമത്തെ ആൾക്കാർ എന്താ പറഞ്ഞത്? തൗലീഹുൽ ഖൗലി സാനി, രണ്ടാമത്തെ ആൾക്കാരുടെ വിശദീകരണം.
അൽ മുറാദു ബി ഖൗലിഹിം ഹുവ മുജറദ് തഖ്ദീമിൽ ഹദീസ് ലൈഫി അലാ മഹ്ലി റഅയ് വൽ ഖിയാസ് അൽ ഫാസിദ്. അവരുടെ വാക്കിൻ്റെ ഉദ്ദേശം ഇങ്ങനെയാണ്: ലൈഫായ ഹദീസിനെ കേവല അഭിപ്രായത്തെക്കാളും മോശമായ താരതമ്യത്തെക്കാളും ഖിയാസിനേക്കാളും മുന്തിക്കാം എന്ന അഭിപ്രായമാണ്. ലിഅന്നഹു യഹ്തമിലു സവാബ മഅ റുജ്ഹാനിൽ ഖതഇ ഫീഹി. ലൈഫായ ഹദീസ് ഖത ആണ് ശരിയെങ്കിലും അത് ശരിയാകാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നൊരു വകുപ്പുള്ളത് കൊണ്ട് സ്വന്തം അഭിപ്രായം പറഞ്ഞതിനേക്കാളും മോശമായ രീതിയിലുള്ള ഖിയാസാക്കിനേക്കാൾ നല്ലത് ആ ലൈഫായ ഹദീസിനെ മുന്തിക്കാം എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഫഹു ഔല ബിത്തഖ്ദീമി അലാ മുജറദിർ റഅയ് വൽ ഖിയാസിൽ ഫാസിദ്. കേവല അഭിപ്രായത്തെക്കാളും ഫാസിദായ മോശമായ ഖിയാസിനേക്കാളും ഏറ്റവും നല്ലത് എന്താണ്? ലൈഫായ ഹദീസിനെ മുന്തിക്കലാണ്. അത് ശരിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വകുപ്പുള്ളത് കൊണ്ട്. അല്ലാതെ നബി പറഞ്ഞു എന്ന് പറയലല്ല. ഇവർ ലൈഫ് ഹദീസ് നബി പറഞ്ഞു സുന്നത്താണ് എന്നല്ല പറയുന്നത്. രണ്ട് അഭിപ്രായങ്ങൾ അവരുടെ മുമ്പിൽ വന്നു. ഒന്ന് അവരുടെ അഭിപ്രായം, രണ്ട് നബിയുടേതാണെന്ന് പറയപ്പെട്ട ലൈഫ് ഹദീസിൽ വന്ന അഭിപ്രായം. ഈ രണ്ട് അഭിപ്രായത്തിൽ ഏതെടുക്കുക? സ്വന്തം പറയുന്നതിനേക്കാൾ നല്ലത് അതിനെടുക്കുക. അല്ലാണ്ട് അത് നബി പറഞ്ഞു എന്നോ അത് സുന്നത്താണെന്നോ എന്ന് സമർത്ഥിക്കലല്ല അവരുടെ ലക്ഷ്യം. മറിച്ച് രണ്ട് അഭിപ്രായങ്ങളിൽ നല്ലത് എന്താണ്? ശരിയാകാൻ സാധ്യതയുള്ള ലൈഫായ സനദിൽ സ്ഥിരപ്പെട്ടതിനെ എടുക്കലാണ് എന്നതാണ്. വലൈസ മഅനാഹു അൽ ഇഹ്തിജാജു ബിഹി മുത്ലഖൻ. നിരുപാധികം ആ ലൈഫ് കൊണ്ട് തെളിവെടുക്കാം എന്നല്ല അതിൻ്റെ അർത്ഥം. വഇൻദഹും ലിതഖ്ദീമിഹി അല റഅയ് വൽ ഖിയാസി സലാസത്തു ഖുയൂദിൻ. മാത്രമല്ല ഈ ലൈഫായ ഹദീസിനെ സ്വന്തം അഭിപ്രായത്തെക്കാളും മോശമായ ഖിയാസിനേക്കാളും മുന്തിക്കണമെങ്കിൽ ഇവർക്ക് 3 ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ അവർ അതിന് മുന്തിക്കൊള്ളൂ. അൽ അവ്വലു അല്ലാ യകൂന ഫിൽ ബാബി ഹദീസുൻ ഗൈറു ഹാദൽ ലൈഫ്. ഈ ലൈഫ് അല്ലാത്ത വേറൊരു ഹദീസും ആ ബാബിൽ ഉണ്ടാകാൻ പാടില്ല. ഈ വിഷയത്തിൽ വന്ന ആകെ ഹദീസ് ഇതാണ്, അത് ലൈഫാണ്. എങ്കിൽ മാത്രമേ അവർ ആ റഈനെ മുന്തിക്കൊള്ളൂ. ഏത് ലൈഫായ ഹദീസിൽ വന്ന അഭിപ്രായത്തെ മുന്തിക്കൊള്ളൂ. വേറെ ഹദീസ് ഉണ്ടെങ്കിൽ പിന്നെ ഇത് നോക്കൂല, ആ സഹീഹായ ഹദീസിലേക്ക് അവർ മടങ്ങും. വസ്സാനി അല്ലാ യകൂന ഫിൽ അഹാദീസി സ്വഹീഹതി അവിൽ ലൈഫതി മാ യുആരിദു. ഈ ഹദീസിനോട് എതിരാകുന്ന മറ്റ് ഹദീസുകൾ സ്വഹീഹായിട്ട് ഉണ്ടാകാൻ പാടില്ല, ലൈഫായിട്ട് ഉണ്ടാകാൻ പാടില്ല. ഈ ഹദീസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിനെതിരായിക്കൊണ്ട് സഹീഹ് ഹദീസ് വന്നതിനെ പിന്തള്ളപ്പെടും. ഇനി ലൈഫ് എന്ന് വന്നതിനെ 2 ലൈഫായി, അതുണ്ടാകാൻ പാടില്ല. വസ്സാലിസു മൂന്നാമത്തെ അഭിപ്രായം അല്ലാ യകൂന ലാഫ് ഹാദൽ ഹദീസ് ശദീദ. ഈ ലൈഫായ ഹദീസിന്റെ ലാഫ് ന്യൂനത കഠിനമാകാൻ പാടില്ല. നമ്മൾ കഠിനം ലോഫ് പറഞ്ഞിരുന്നല്ലോ, കഠിന ന്യൂനതക്കാൻ പാടില്ല. ചെറിയ ഓർമ്മശകളുള്ള റാവിയുണ്ട്, അല്ലെങ്കിൽ മജ്ഹൂലായ റാവിയുണ്ട് പോലുള്ള ചെറിയ എന്തെങ്കിലും ന്യൂനതകൾ മാത്രമുള്ള ഹദീസ് ആകണം അത്. ഈ 3 കൈദുകൾ, ഉപാധികൾ പാലിക്കപ്പെട്ട ലൈഫെ ഇവര് എന്ത് ചെയ്യുള്ളൂ? സ്വന്തം അഭിപ്രായത്തെക്കാൾ അല്ലെങ്കിൽ ഫാസിദായ ഖിയാസിനേക്കാൾ മുന്തിക്കാറുള്ളൂ എന്ന്. വഹാദിഹി ഖുയൂദുൻ. ഇത് ഒരു ഉപാധികളാണ്. ലാ യഫ്ഹമുഹ ഇല്ലാ മൻ ലഹു ബിൽ ഹദീസ് ഇനായ. ഹദീസിനെ സംബന്ധിച്ച് നല്ല ധാരണയും ബോധമുള്ള ആൾക്ക് ഇത് മനസ്സിലാവും. യുമയ്യിദു ശദീദൽ ലഅഫി മിൻ ഖഫീഫി. ശദീദായ ഹദീസ് ദുർബലത ഏതാണ്, ഖഫീഫായ ദുർബലത കാഠിന്യം കുറഞ്ഞത് ഏതാണ് എന്നൊക്കെ വേർതിരിക്കാൻ കഴിവുള്ള, ഹദീസുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കേ അത് മനസ്സിലാവുള്ളൂ. ഈ ഭയങ്കരമായ ന്യൂനത കൈദുകളാണ്, ഉപാധികൾ വെച്ചിട്ടുള്ളത്. വമൻ ഇൻദഹു മലക്കത്തുൻ യുഖ്രിജു ബിഹാ ഇലൽ ഹദീസ് ബിദിഖ. അതേപോലെ തന്നെ ഹദീസിന്റെ ന്യൂനതകളെ സസൂക്ഷ്മം പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള വ്യക്തികൾക്ക് ഈ പറഞ്ഞ 3 ന്യൂനതകളെ, 3 ഉപാധികളെ ബോധ്യപ്പെടുള്ളൂ. അതിൻ്റെ ആ ഉപാധികളിൽ അടങ്ങിയിരിക്കുന്ന ആശയം എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുള്ളൂ. وتدل هذه القيود على أن الأصل عند هؤلاء عدم جواز العمل بالحديث الضعيف والله أعلم. ഈ 3 കൈകൾ പറയുന്നതിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? ലൈഫായ ഹദീസ് ഇവർക്ക് അമലിന് പറ്റുകയില്ല എന്നത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് അവരിതിനെ മുന്തിച്ചു? ഈ ഒറ്റ ഹദീസേ ഉള്ളൂ. എന്തുകൊണ്ട്? ആ ഹദീസിനെ അവർ സ്വന്തം അഭിപ്രായത്തെക്കാൾ മുന്തിച്ചതാണ്. അല്ലാണ്ട് ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാമെന്ന തത്വത്തെ സ്ഥാപിച്ചതല്ല. സ്വന്തം അഭിപ്രായം പറഞ്ഞേക്കാൾ നല്ലത് ഒരു ലൈഫായ ഹദീസ് ഉണ്ട്, ആ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായമാക്കി മാറ്റി. എൻ്റെ ചിന്തയിൽ വന്ന അഭിപ്രായത്തേക്കാൾ നല്ലത് ആ അഭിപ്രായത്തെ എൻ്റെ അഭിപ്രായമാക്കുക, അത്രേ അവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത് ഇവരുടെ അവസാനത്തെ പ്രവർത്തനമാണ്. ഫസ്റ്റ് തന്നെ പോയിട്ട് ലൈഫ് എടുക്കലല്ല,
മറിച്ച് ലാസ്റ്റ് അമലാണ് അവരുടേത്. എങ്ങനെ? മസലൻ ഇതാ ഉരിലത്ത് അലൈന മസ്അല, നമുക്കൊരു മസ്അല നമ്മളെ മുമ്പിൽ വന്നു, ഇന്ന വിഷയത്തെ കുറിച്ചിട്ട് എന്താണ് അതിൻ്റെ അഭിപ്രായം, അതിൻ്റെ വിധി എന്താണ് എന്നൊരു ചർച്ച മുമ്പിൽ വന്നു. വലൈസ ഇൻദന ഖുർആൻ, നമുക്കതിൽ ഖുർആൻ ഇല്ല, ആയത്തൊന്നും ഇല്ല. വലാ സുന്ന, ഹദീസിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. വലാ ഇജ്മാവും ഇല്ല. വലാ ഖൗലു സഹാബ, സഹാബാക്കളുടെ അഭിപ്രായം ഒന്നും കാണുന്നില്ല. ഫമാദ നഫ്അൽ, നമ്മളെന്താ ചെയ്യുക? ലാ റൈബ് നഹ്നു നജ്തഹിദ്, സംശയമില്ല, നമ്മളെന്ത് ചെയ്യും? ഇജ്തിഹാദ് ചെയ്യും. വൈൻ കാന അമാമനാ ഖബറുൻ ലഈഫുൻ, അങ്ങനെ ഇജ്തിഹാദ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരു ലഈഫായ ഹദീസ് നമ്മൾ കാണുന്നത്. വല്ലഈഫു മിനൽ ദുനൂനി ലിളഅഫി റാവിഹി, ലഈഫായ ഹദീസ് ലന്നിയായ സംശയാസ്പദമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടെന്ന് ഉറപ്പില്ലാത്ത ഹദീസാണ്. എങ്കിൽ കൂടി നമ്മുടെ മുമ്പിൽ ഒരു ലഈഫായ ഹദീസ് ഉണ്ട്. അപ്പോൾ ഫതഖദീമുഹു ഔലാ വഅഫ്ളലു മിൻ റഈനൽ ഹഖീർ, നമ്മുടെ നിസാരമായ ചിന്തയേക്കാൾ നല്ലത് എന്താണ്? ഈ ലൈഫിനെ മുന്തിക്കലാണ്. എന്തായാലും നമ്മളെ അഭിപ്രായം പറയാൻ പോവാണ്, നമുക്ക് ഖുർആനോ ഹദീസോ ഒന്നും കിട്ടിയിട്ടില്ല, നമ്മൾ സ്വന്തം അഭിപ്രായം പറയാൻ വേണ്ടി പോവാണ്. ആ സ്വന്തം അഭിപ്രായത്തെക്കാൾ നല്ല എന്താണ്? നബി പറഞ്ഞു എന്ന് പറയപ്പെട്ട, നബിയിലേക്ക് ചേർക്കപ്പെട്ട ഈ ദുർബലമായ ഹദീസാണ്. അതും കാടിനുള്ള ദോഫല്ല, ചെറിയ ലാഫാണ്. അങ്ങനെയാണ് ഇവർ മുന്തിച്ചിട്ടുള്ളത് എന്ന്. ഹാദാഹും ഐലൻ ഫഅലു, ഇതാണ് ഈ അയിമത്തുകളും ചെയ്തിട്ടുള്ളത്. കമാ ഖാലൽ ഇമാമു ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ, ഫൈദാ ലം യജിദ്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, ഇതെന്റെ വാക്കല്ല, ഇബ്നുൽ ഖയ്യിമിന്റെ വാക്കാണ്. ഫൈദാ ലം യജിദ് ഫിൽ ബാബ്, ഒരു ബാബിൽ അവർ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ, അസറൻ, ഒരു ഹദീസിനെ, യദ്ഫഉഹു വലാ ഖൗല സാഹിബിൻ വലാ ഇജ്മാഇൻ അലാ ഖിലാഫിഹി കാനൽ അമലു ബിഹി ഇൻദഹു ഔലാ മിനൽ ഖിയാസ്. ഈ ലൈഫായ ഹദീസിനെ എതിരിടുന്ന മറ്റൊരു അത്തറൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു സഹാബിയുടെ കൗൽ അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ലൈഫായ ഹദീസിനെതിരായിട്ട് ഇജ്മാവും അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, അവരെന്ത് ചെയ്യും? ഫാസിദായ ഖിയാസിനേക്കാൾ അവർ ഈ ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്നതിനെ അവർ മുന്തിക്കും. ഇവിടെ ഖിയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാനി അൽ ഖിയാസുൽ ഫാസിദ്, അത് എൻ്റെ വാക്കാണ്. അൽ ഖിയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അൽ ഖിയാസുൽ ഫാസിദ്, ഫാസിദ ഖിയാസാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി ഉദ്ദേശിച്ചത്. വഖാല ഐലൻ, അതേപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, വലൈസ അഹദു മിനൽ അയിമ്മ ഇല്ലാ വഹുവ മുവാഫിഖുഹു അലാ ആദൽ അസ്ൽ, ഈ ഒരു അസ്ലിനെ യോജിക്കാത്ത ഒരു ഇമാം തന്നെ ഇല്ല. മിൻ ഹൈസുൽ ജുംല, ഒറ്റ വാക്കിൽ. അങ്ങനെ ഫഇന്നഹും മാ മിൻഹും അഹദുൻ ഇല്ലാ വഖദ് ഖദ്ദമൽ ഹദീസ് അൽ ലഈഫ അലൽ ഖിയാസ്, എല്ലാ പണ്ഡിതന്മാരും മോശമാക്കി ഫാസിദായ ഖിയാസിനേക്കാൾ എന്തിനു മുന്തിച്ചിട്ടുണ്ട്? ലൈഫായ ഹദീസിനെ മുന്തിച്ചിട്ടുണ്ട്. അങ്ങനെ മുന്തിക്കാത്ത ഒരു പണ്ഡിതനും ഇല്ല. കാരണം റസൂലയിലേക്ക് ചേർക്കപ്പെട്ട ഒരു ഹദീസാണ്, സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിലും സ്വന്തം അഭിപ്രായത്തെക്കാൾ അതിനെ സ്വന്തം അഭിപ്രായമാക്കി മാറ്റുക എന്നതാണ് അവർ ചിന്തിച്ചത്. വഹാകദാ ഫഹിമഹു ഇബ്നു ഹസം അല്ലാഹി റഹിമഹുല്ലാഹി ഹൈസു ഖാൽ, ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. വഹാദൽ അസറു ഐ ദുആഉ ഖുനൂത്തിൽ ഫജ്ർ, ഫജ്റിൽ ഖുനൂത്ത് ഓതുന്ന ദുആ, ഫജ്റിലെ ഖുനൂത്തിലെ ദുആ, അതിനെ സംബന്ധിച്ചിട്ട് ഇമാം ഇബ്നു ഹസം പറയാണ്, വഹാദൽ അസർ, ഈ അസർ ഉണ്ടല്ലോ, വഇല്ലം യകുൻ മിമ്മാ യുഹ്തജ്ജു ബിമിസ്ലി, ഇതുപോലുള്ള ഹദീസ് കൊണ്ട് തെളിവെടുക്കാൻ പറ്റുകയില്ല എങ്കിലും, ഫലം നജിദ് ഫീഹി അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ ഗൈറഹു, ഇതല്ലാത്തതൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ഖുനൂത്തിൽ ഓതേണ്ട ദുആ ആയി വന്നത് ഏത് ദുആ മാത്രമാണ്? ആ ഖുനൂത്താണ്. ഖുനൂത്തിൽ അല്ലാഹുമ്മ ഇഹ്ദിന, ആ എന്താണ്, അല്ലാഹുമ്മ ഇഹ്ദിനി ഫീമൻ ഹദൈത് എന്ന ആ അസർ മാത്രമാണ് വന്നിട്ടുള്ളത്. അതാണെങ്കിലും തെളിവിന് പറ്റാത്ത ദുആണ്. പക്ഷെ ഇതല്ലാത്ത വേറൊരു ദുആ വന്നിട്ടുമില്ല. വഖദ് ഖാല അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇമാം അഹ്മദിന്റെ കൗലങ്ങ് തെളിവായി കൊണ്ടുവരാണ്, ലഈഫുൽ ഹദീസി അഹബ്ബു ഇലൈനാ മിനർ റഅയി, സ്വന്തം അഭിപ്രായത്തെക്കാൾ ലഈഫായ ഹദീസാണ് നമുക്ക് ഏറ്റവും ഏറെ പ്രിയപ്പെട്ടത്. ഖാല അലിയുൻ, അലി പറയുന്നു, ആരാണ് അലി? അദ്ദേഹം തന്നെ, ഇബ്നു ഹസം റഹിമഹുല്ലാഹ്. വബിഹാദ നഖൂൽ, ഈ തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഏത്? ഈ ലഈഫായ ഹദീസ് വന്ന ദുആഇനെ മുന്തിക്കുക. വേറെ ദുആ സ്ഥിരപ്പെട്ടിട്ടില്ല, നമ്മളെ വക ഒരു ദുആ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നബിയിലേക്ക് ചേർക്കപ്പെട്ടു വന്ന ഈ ദുആഇനെ മുന്തിക്കലാണ്. ബസ് അദ്ദേഹം അൽ മുഹല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ അതിനെ വിശദീകരിക്കണം, അദ്ദേഹം പറഞ്ഞതിനെ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. വൽ കുനൂതു ദുആഉൻ, കുനൂത്ത് ദുആൻ, വലാകിൻ ഹദീസു അനസ് റളിയല്ലാഹു അൻഹു ഫീ ദുആഇൽ കുനൂതി ലഈഫുൻ ഇൻദ ഇബ്നു ഹസം റഹിമഹുല്ലാഹ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ദുആഉൽ കുനൂത്തുമായി ബന്ധപ്പെട്ട ഹദീസ് ഇബ്നു ഹസമിന്റെ അടുക്കൽ ലഈഫാണ്. വമഅ ദാലിക, അത് ലഈഫാണ് എന്നതോടുകൂടി തന്നെ ഖദ്ദമഹു അലർ റഅയി വൽ ഖിയാസ്, അദ്ദേഹം എന്ത് ചെയ്തു? സ്വന്തം അഭിപ്രായത്തെക്കാളും ഫാസിദായ ഖിയാസിനേക്കാളും അതിനെ
മുന്തിച്ചു. ഇതുണ്ടായിട്ടുള്ളത്. ഇല്ല എങ്കിലും, ഇങ്ങനെയൊക്കെയാണ് അവർ മുന്തിക്കുമെങ്കിലും, അന്നഹും മാനസബു അൽ ഹദീസ് ലൈഫ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ പോലും ദുർബലമായ ഹദീസിനെ നബി പറഞ്ഞു, നബി ചെയ്തു എന്ന് നബിയിലെ കുറിച്ച് ചേർത്തി പറഞ്ഞിട്ടില്ല. അവർ സ്വന്തം അഭിപ്രായത്തെക്കാൾ ആ അഭിപ്രായത്തെ മുന്തിച്ചു മാത്രം. വമാ സഹഹൂഹു ലിഇസ്ബാതി റഅയിഹിം, അവരുടെ അഭിപ്രായം സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ലൈഫ് ഹദീസിനെ അവർ സഹിയാക്കിയിട്ടുമില്ല, അത് സഹിയാണെന്ന് വാദിച്ചിട്ടില്ല. വല അസ്ബതു അന്നഹു മിൻ ഖൗലി ഔ ഫിഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ ഇൽമിഹിം ബിൽഅഫി, ലൈഫാണെന്ന് അറിഞ്ഞിട്ട് കൂടി തന്നെ അവർ ചെയ്തിട്ടില്ല അത് റസൂലുള്ളാഹിന്റെ വാക്കാണെന്നോ പ്രവൃത്തിയാണെന്നോ പറഞ്ഞിട്ടില്ല. വമാ ഫഅലു ഹകദ അബദ, അവരൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. വഹും അഫ്ളലു ഹാദിഹിൽ ഉമ്മ, ഇവരൊക്കെ ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠന്മാരായ ആൾക്കാരാണ്. വഅഖ്വഫുഹും തഹ്ദീറ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേടിപ്പിക്കലിനെ, എന്ത് പേടിപ്പിക്കലിനെ, ആരെങ്കിലും ഹദീസ് ഉദ്ധരിച്ചാൽ കളവ് പറഞ്ഞവനാണ് എന്നുള്ള ഹദീസിനെ അവർക്ക് ഏറ്റവും പേടിയുള്ളവരായിരുന്നു. മൻ ഹദ്ദസ ബിഹദീസിൻ യറാ അന്നഹു കദിബുൻ ഫഹു അഹദുൽ കാദിബൈൻ, നമ്മൾ നേരത്തെ വായിച്ച ഹദീസ്, ആ ഹദീസിനെ സംബന്ധിച്ച് ഏറെ പേടിയുള്ള ആളായിരുന്നു അവര്. വമാ ഹദ അന്നൽ ലഈഫൽ മൗഹൂദ ഇൻദഹും, അതോടൊപ്പം തന്നെ ഇവർ മുന്തിച്ച ഈ ലൈഫ് ഉണ്ടല്ലോ അത് ഖരീബുൻ മിനൽ ഹസൻ, ഹസനായ ഹദീസിനോട് അടുത്തതാണ്. വലൈസ ലഈഫൻ മത്രൂക, തള്ളപ്പെടേണ്ട കാഠിന്യമുള്ള ലാഫുമല്ല, ചെറിയ ചെറിയ ലാഫാണ്. വഖാല ഇബ്നു നജ്ജാർ അൽ ഹംബലി ഫി ശറഹിൽ കൗകബിൽ മുനീർ വഫി ജാമിൽ ഖാലി, ഇബ്നു നജ്ജാർ അൽ ഹംബലി അദ്ദേഹത്തിന്റെ ശറഹുൽ അൽ കൗകബിൽ മുനീർ എന്ന കിതാബിന്റെ ശറഹിൽ പറഞ്ഞു, അന്നൽ ഹദീസ് അൽ ലഈഫ ലാ യുഹ്തജു ബിഹി ഫിൽ മആസിം, കുറ്റകരമായ കാര്യങ്ങളിൽ ലഈഫായ ഹദീസ് തെളിവെടുക്കാൻ പാടില്ല. വഖാല അൽ ഖല്ലാലു, ഖല്ലാൽ പറഞ്ഞു, മദ്ഹബുഹു, ഇവരൊക്കെ അംബലി മദ്ഹബിലെ പണ്ഡിതന്മാരാണ്. മദ്ഹബുഹു, അദ്ദേഹത്തിന്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ യാനി ഇമാം അഹ്മദ്, ഇമാം അഹ്മദിന്റെ മദ്ഹബ് എന്താണ്, അന്നൽ ഹദീസ് ലഈഫ ഇദാ ലം യകുൻ ലഹു മുആരിദുൻ ഖാല ബി, ഒരു ലഈഫായ ഹദീസിന് എതിരായിട്ട് വേറെ ഹദീസ് വന്നിട്ടില്ല എങ്കിൽ ആ ഹദീസ് അദ്ദേഹം പറയും. വഖാല ഫി കഫാറത്തി വതിഇൽ ഹൈൽ, ഹൈലുകാരിയെ ജിമാ ചെയ്താലുള്ള കഫാറത്ത് വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു, മദ്ഹബുഹു ഫിൽ അഹാദീസ് വഇൻ കാനത് മുൽതരിബതൻ വലം യകുൻ ലഹാ മുആരിദുൻ ഖാല ബിഹാ, ആ വിഷയത്തിൽ വന്ന ഹദീസ് അത് ലൈഫ് ആണെങ്കിലും അതിനെതിരായി വേറെ ഹദീസ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അതിനെടുക്കാമെന്ന് ഇമാം അഹ്മദ് പറഞ്ഞുവെന്ന്. വഖാല അഹ്മദു ഫി റിവായത്തി അബ്ദില്ല, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ ഇമാം അഹ്മദ് പറഞ്ഞതായിട്ടുണ്ട്, ത്വരീഖി ലസ്തു ഉഖാലിഫു മാ ലഅഫ മിനൽ ഹദീസി ഇദാ ലം യകുൻ ഫിൽ ബാബി മാ യദ്ഫഉഹു, എൻ്റെ റൂട്ട് എന്താ അറിയോ, ഒരു ബാബിൽ അതിനെ എതിരിടുന്ന ഒരു ഹദീസ് ഇല്ലാതെ ഒരു ലൈഫ് വന്നാൽ ഞാൻ അതിനെതിരാകുകയില്ല എന്ന് പറഞ്ഞാൽ അത് റബി പറഞ്ഞൊന്നും സ്ഥാപിക്കുന്നല്ല, അതിനെ ഞാൻ മുന്തിക്കും, എൻ്റെ അഭിപ്രായത്തെക്കാൾ അതിനെ മുന്തിക്കുന്ന, ഞാൻ സ്വന്തം പറയുന്നതിനേക്കാൾ നല്ലത് അത്, കാരണം അതിനെതിരായിട്ട് വേറൊന്നും വന്നിട്ടില്ല എങ്കിൽ. അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ലസ്തു ഉഖാലിഫു മാ ലഅഫ മിനൽ ഹദീസ് ഇദാ ലം യകുൻ ഫിൽ ബാബി മാ യദ്ഫഉഹു, അതിനെ എതിർക്കുന്ന മറ്റൊരു ഹദീസ് ഒന്നില്ല എങ്കിൽ അതിനെ ഞാൻ എതിരാകുകയില്ല എന്നതാണ് എൻ്റെ ഇത് എന്ന്. അതൊക്കെ ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇമാം അഹ്മദിന്റെ കൗലായി ഉദ്ധരിക്കുന്നതാണ്. വഖാല ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് ഹക അബ്ദുല്ലാഹി ഇബ്നു മന്ദ അൽ ഹാഫിളു അന്നഹു സമിയ മുഹമ്മദൻ ഇബ്നു സഅദ് അൽ ബാവർദി ബിമിസ്ർ യഖൂൽ, മിസ്റിൽ വെച്ചിട്ട് മുഹമ്മദ് ഇബ്നു സഅദ് അൽ ബാവർദി റഹിമഹുല്ലാഹ് പറയുന്നതായിട്ട് ഇദ്ദേഹം കേട്ടിട്ടുണ്ട്, കാന മിൻ മദ്ഹബി അബി അബ്ദുറഹ്മാൻ അൻ നസായി, ഇമാം നസായിയുടെ അഭിപ്രായം, അൻ യുഖ്രിജ അൻ കുല്ലി മൻ ലം യുജ്മ അലാ തർക്കിഹി, എല്ലാവരാലും തള്ളപ്പെട്ട റാവി അല്ലാത്ത ആൾക്കാരിൽ നിന്നും ഹദീസ് ഉദ്ധരിക്കുക എന്നതാണ് എന്ന്. അതെല്ലാവരും അയാൾ ലൈഫാണ് എന്ന് ഇജ്മാ എന്ന് പറയുന്നെങ്കിൽ സ്വീകരിക്കില്ല. എന്നാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുള്ള ലൈഫാണ് എങ്കിൽ ആ ഹദീസിനെ അദ്ദേഹം ഉദ്ധരിക്കും എന്നാണ് ഇമാം നസായിയുടെ അഭിപ്രായം. വഖാല ഇബ്നു മന്ദ വകദാലിക അബൂ ദാവൂദ് ജസ്താനിയു യഖുദു മഖദ, ഇമാം നസായിയുടെ അതേ റൂട്ടാണ് ഇമാം അബൂ ദാവൂദിന്റേതും. വയുഖ്രിജുൽ ഇസ്നാദ ലൈഫ ഇദാ ലം യജിദ് ഫിൽ ബാബി ഗൈറഹു, അദ്ദേഹം ലൈഫായ ഹദീസിനെ കൊണ്ടുവരുമായിരുന്നു, ലൈഫായ സനദുള്ള ഹദീസിനെ കൊണ്ടുവരും അദ്ദേഹത്തിന്റെ സുനനിൽ, എപ്പോൾ അതിനെതിരായിട്ട് ആ ബാബിൽ വേറെ ഹദീസ് ഒന്നില്ല, ഇല്ല യജിദ് ഫിൽ ബാബി ഗൈറഹു, ആ ബാബിൽ വേറെ ഹദീസ് ഒന്നില്ല എങ്കിൽ ലിഅന്നഹു അഖ്വ ഇൻദഹു മിൻ റഈ റിജാൽ, സ്വന്തം വ്യക്തികൾ അഭിപ്രായം പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഏറ്റവും ബലം എന്താണ്, ലൈഫ് ഹദീസാണ്. അത് ഏത് ബുദ്ധിയുള്ളവരും ചിന്തിക്കാവുന്ന കാര്യമാണ്. ലൈഫായ ഹദീസ് സഹിയാകാൻ സാധ്യതയുള്ള എന്നാൽ ഒരു റാവി ഉള്ളതിനാൽ ദുർബലമായ ഹദീസാണ്.
എന്നാൽ നമ്മളെ അഭിപ്രായമോ നമുക്കറിയാം നമ്മളെ സ്വന്തം ചിന്തയാണ്. അപ്പോൾ ലൈഫ് ഹദീസാണോ നല്ലത്, നമ്മുടെ ചിന്തയാണോ നല്ലത്? അപ്പോൾ ലൈഫായ ഹദീസിനെ എൻ്റെ അഭിപ്രായമാക്കുന്നു. അല്ലാണ്ട് ലൈഫായ ഹദീസ് അത് തെളിവിന് പറ്റും, അതുകൊണ്ട് ഞാൻ എടുക്കുന്നു, അത് നബി പറഞ്ഞതാണ് എന്ന് സ്ഥാപിക്കലല്ല. മറിച്ച് എൻ്റെ അഭിപ്രായത്തെ ആ അഭിപ്രായമാക്കി മാറ്റുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയും. എന്താ തെളിവ്? തെളിവില്ല. പിന്നെ ഇതിൻ്റെ അഭിപ്രായം എന്താണ്? ഇന്ന് ആ ലൈഫ് ഹദീസ് നീ എന്തിനെടുത്തത്? അത് ഞാൻ എൻ്റെ അഭിപ്രായമാക്കി, ഞാൻ സ്വന്തം പറഞ്ഞേക്കാൾ നല്ലത് അതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് നബി പറഞ്ഞതാണ്, ലൈഫ് ഹദീസ് കൊണ്ട് അഹ്കാമുകളെ സ്ഥിരപ്പെടുത്താം എന്നൊന്നും ഈ ഇമാമുകൾ ആരും പറഞ്ഞിട്ടില്ല. ഇമാമുകളുടെ നിലപാടുകളെ ആയത്തിൽ പഠിച്ച് മനസ്സിലാക്കാത്തവർ തെറ്റിദ്ധരിച്ചതാണ്. കണ്ടില്ലേ, അക്വാ ഇന്ദഹു മിർ ഇരിജാൽ എന്ന് പറയും. അക്വാ ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻ്റെ കേവല അഭിപ്രായത്തെക്കാൾ നല്ലത് അതിനെ മുന്തിക്കുക, അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് മനസ്സിലാക്കുന്നിടത്താണ് ശേഷക്കാർക്ക് അബദ്ധം പറ്റിയിട്ടുള്ളത്. വക്കാല ഇബ്നു റജബ് റഹിമഹുല്ലാ വക്കാനൽ ഇമാമു അഹ്മദു യഹ്തജ്ജു ബിൽ ലൈഫ് അല്ലദി ലം യരിദ് ഖിലാഫു. അതിനെതിരായിട്ട് വേറെ ഹദീസൊന്നും വന്നിട്ടില്ല എങ്കിൽ ഇമാം അഹ്മദ് ലൈഫായ ഹദീസ് കൊണ്ട് തെളിവെടുക്കുമായിരുന്നു. വ മുറാദുഹു ബിൽ ലൈഫി, ഇവിടെ ലൈഫ് കൊണ്ട് ഉദ്ദേശം എന്താണ്? ഖരീബും മിൻ മുറാദി തിർമിദി ഇബ്നുൽ ഹസൻ. നമ്മളെ അഭിപ്രായം ഇങ്ങനെ പോവാണ്. ഈ ലൈഫ് എന്താണെന്നുള്ളത് അവസാനം പറയുമ്പോഴേക്കും ബോധ്യപ്പെടും. ഇമാം തിർമിദി ഹസൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ആ ഉദ്ദേശമാണ് ഇമാം അഹ്മദിനെ പോലുള്ളവർ ലൈഫ് എന്ന് പറഞ്ഞാൽ. ചർച്ച മറ്റൊന്നിലേക്ക് പോയി. ഇനി ലൈഫ് എന്താന്ന് പറയാണ്, ഇവർ മുദ്ദിക്കുന്നു പറഞ്ഞ ലൈഫ് എന്താണെന്ന് പറയാൻ പോവാണ്. വൽ ഹസനു ഇന്ദ തിർമിദി റഹിമഹുല്ലാ, ഇമാം തിർമിദി ഹസൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ഹസനു ലി ഗൈരി, ഹസനു ലി ഗൈരിഹിയാണ്. അതായത് ലൈഫായ ഹദീസ്, ദുർബലത കുറഞ്ഞ ലൈഫായ ഹദീസ് ഒന്നിൽ കൂടുതൽ വന്നാൽ അത് സ്വീകാര്യമായ ഹസനു ലി ഗൈരിയിലേക്ക് കയറും. ആ ഉദ്ദേശമാണ് ഇമാം തിർമിദി ഹസൻ എന്ന് മാത്രം പറഞ്ഞാൽ. ആ ഇമാം തിർമിദിയുടെ ഹസൻ എന്ന കൗല് പോലെയാണ് ഇമാമുമാരുടെ ലൈഫ് എന്ന കൗല്. ആ ലൈഫിന് എടുക്കുന്നു പറഞ്ഞാൽ ഈ ഹസൻ്റെ ഹസനു ലി ഗൈരിയുടെ സ്ഥാനത്തുള്ളതാകാം. ഇന്ദൽ മുതാഖിരീൻ, മുതാഖിരീങ്ങളായ പണ്ഡിതന്മാരുടെ, പിൽക്കാലക്കാരായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഹസനുൽ ലി ഗൈരിയാണ് ഇമാം തിർമിദിയുടെ അടുക്കൽ ഹസൻ. ഓ ഹദീസുൽ ലൈഫ്, ഹസനുൽ ലി ഗൈരി എന്താണ്? ലൈഫ് ഹദീസാണ്. തഅദ്ദദ തുർക്കുഹു, ആ ലൈഫ് ഹദീസിന് ഒരുപാട് സനദുകൾ വന്നു, അങ്ങനെ എന്തായി മാറി? ഹസനുൽ ലി ഗൈരിയിലേക്ക് കയറിയതാണ്. വലൈസ ലഅഫുഹു ശദീദൻ, അതിന് ലഅഫ് എന്തല്ല, കാഠിന്യമുള്ളതല്ല. വലൈസ ഫീ ഇസ്നാദിഹി മയുത്തഹമു ബിൽ കദിബ്, കളവ് പറയുന്ന, കളവ് കൊണ്ട് ആരോപിക്കപ്പെട്ട ആൾ ആ സനദിലില്ല. വലം യകുൻ ഷാദൻ, അത് ഷാദു അല്ല, മറ്റൊരാൾ സിക്കാത്തുകൾക്ക് എതിരായിക്കൊണ്ട് ഒറ്റപ്പെട്ടതുമല്ല. അല്ലാഹു അലം. ഇതാണ് ഇമാം തിർമിദിയുടെ ഹസൻ എന്നുള്ളത്. വീണ്ടും ഇബ്നുൽ ഖയ്യിം വഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വ അസ്ഹാബു അബി ഹനീഫ റഹിമഹുല്ലാ മുജ്മിഊന അല അന്ന മദ്ഹബ അബി ഹനീഫ അന്ന ലൈഫൽ ഹദീസി ഔലാ ഇൻദഹു മിനൽ ഖിയാസി വറൈ. ഹനഫി മദ്ഹബിലെ എല്ലാ പണ്ഡിതന്മാരും ഇജ്മാഅാണ്, അവർ ഖിയാസിനേക്കാളും, ഇവിടെ ഖിയാസ് കൊണ്ട് ഉദ്ദേശം ഫാസിദായ ഖിയാസ്, മോശമായ ഖിയാസിനേക്കാളും കേവല അഭിപ്രായത്തെക്കാളും അവർ എന്തിനു മുന്തിക്കുമായിരുന്നു? ലൈഫായ ഹദീസിനെ മുന്തിക്കുമായിരുന്നു. വഖദ്ദമ ഹദീസൽ വുളൂഇ ബിനബീദി തംദി ഫി സഫർ, യാത്രയിൽ നബീദു തംബ്ര കൊണ്ട്, തംബ്രിൻ ഈത്തപ്പയ വീന് കൊണ്ട് വുളൂ ചെയ്യുമെന്ന ഹദീസിനെ അവർ മുന്തിച്ചു. മാ ലഅഫിഹി, അത് ലൈഫായിട്ട് കൂടി, അല റഈ വൽ ഖിയാസ്, സ്വന്തം അഭിപ്രായത്തെക്കാൾ. വമനഅ ഖത്അ അസ്സാരിഖി ബിസരിഖത്തിൻ അഖല്ല മിൻ അശ്റത്തി ദറാഹിം, 10 ദിർഹമിൽ താഴെ എടുത്ത ആളെ കൈവെട്ടാൻ പാടില്ല എന്നതവർ തടഞ്ഞു, പാടില്ല എന്ന് പറഞ്ഞു. വൽ ഹദീസു ഫീഹി ലൈഫ്, അതിൽ ഹദീസ് ലൈഫായിട്ട് കൂടി. വജഅല അക്സറൽ ഹൈൽ അശ്റത അയ്യാം വൽ ഹദീസു ഫീഹി ലൈഫ്, അവരെന്ത് ചെയ്തു? ഹൈലിൻ്റെ ഏറ്റവും കൂടിയ അളവ് എത്രയാണ്? 10 എണ്ണമാണ്, 10 ദിവസമാണ് എന്ന് ഹനഫി മദ്ഹബിൽ. 10 ദിവസം, ഏറ്റവും കുറഞ്ഞത് 3 ദിവസമാണ് എന്നൊക്കെ ഹനഫി മദ്ഹബുകാർ പറഞ്ഞു. വൽ ഹദീസു ഫീഹി ലൈഫ്, അതിലുള്ള ഹദീസ് ലൈഫാണ്. വശറത ഫീ ഇഖാമത്തിൽ ജുമഅത്തി അൽ മിസ്ര, ജുമാ നിസ്കാരം നാട്ടിലാണ് നടപ്പിലാക്കേണ്ടത്, നാട്ടിലാണ് ജുമാ നിർബന്ധമാകുന്നത് എന്ന വിഷയവും അവർ ഷർത്താക്കി. വൽ ഹദീസു ഫീഹി ലൈഫ്, അതിലുള്ള ഹദീസ് ലൈഫാണ്. കദാലിക വതറക്കൽ ഖിയാസൽ മഹ്ല ഫീ മസായിൽ ആബാരി ലി ആസാരിൻ ഫീഹ ഗൈരി മർഫൂഅ, അതുപോലെ തന്നെ കിണറുമായി ബന്ധപ്പെട്ട മസ്അലകൾ, അതിൽ വന്ന അഭിപ്രായ ആ വിഷയത്തിലും അവരെന്ത് ചെയ്തു? കേവല ഖിയാസിനെ ഉപേക്ഷിച്ചു, ലൈഫായ ഹദീസിനെയും ആവശ്യത്തിൽ വന്ന ആസാറുകളെയും എടുത്തുകൊണ്ട്. മസായിൽ ആബാർ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല, ഞാൻ ഒരുപാട് പരിശോധിച്ചു എന്താണ്. അതുകൊണ്ട് കിണറുമായി ബന്ധപ്പെട്ട മസലകളിൽ എന്തോ ഹനഫി മദ്ഹബുകാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആലം. ചർച്ച എന്താണ്? അവരെന്ത് ചെയ്തു? ഖിയാസിനേക്കാൾ, സ്വന്തം അഭിപ്രായത്തെക്കാൾ ലൈഫായ ഹദീസിനെ മുന്തിച്ചു എന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്. ഇഅ്ലാമുൽ മുവഖ്ഖീൻ എന്ന കിതാബിൽ അഖൂൽ
ഇനി എൻ്റെ വക എൻ്റെ വിശദീകരണം പറഞ്ഞു. ഇന്നമ അഖദൂഹു, ഇവരൊക്കെ ഹദീസ് ലൈഫിന് എടുത്തത് ലിയഅ്തിലാദി ഇജ്തിഹാദിഹിം, അവരുടെ ഇജ്തിഹാദിന് ബലം നൽകാൻ വേണ്ടിയിട്ടാണ്. വലി തഖ്വിയത്തി റഅയിഹിം വബഹ്സിഹിം, അവരുടെ ചർച്ചയ്ക്കും അഭിപ്രായത്തിനും ബലം നൽകാൻ വേണ്ടിയിട്ടാണ്. വദഅഫുഹു യസീറുൻ, മാത്രമല്ല അവർ എടുത്ത ലൈഫോ വളരെ ദുർബലത കുറഞ്ഞ ലൈഫാണ്. യൻജബിറു ബി തഅദ്ദുദി തുർക്കി, ഒന്നിൽ കൂടുതൽ സനദ് വന്നാൽ അത് ഹസനുൽ ഗൈരിയിലേക്ക് കയറുന്ന അങ്ങനെയുള്ള ചെറിയ ചെറിയ ലാഫുള്ള ലൈഫായ ഹദീസുകളാണ് അവരെടുത്തത്. വഹാദ ഹുവൽ മുറാദു ബി ഖൗലിൽ ഇമാമി അഹ്മദ്, ഇതാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായവും അല്ല ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ ഖൗൽ കൊണ്ടുള്ള ഉദ്ദേശം. ഇത് ലൈഫുൽ ഹദീസ് ഇൻദനാ അഹബ്ബു മിൻ റഈ റിജാൽ, ആൾക്കാരുടെ അഭിപ്രായത്തെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ലൈഫായ ഹദീസാണ് എന്ന് ഇമാം അഹ്മദ് പറഞ്ഞതും ഈ ലൈഫിനെ കുറിച്ചാണ്. വയാ ലൈത ശാരി കൈഫ തഹ്സിബു അന്നഹും അഖദു അൽ-ലൈഫ മഅ മഅരിഫത്തി അന്നൽ ഖബറ അൽ-ലൈഫ യഖ്തലി ശക്ക സുബൂത്തിൽ മർവി മുൻദു സമനി സഹാബ. എങ്ങനെയാണ് ഇവരെ സംബന്ധിച്ചിട്ട് നീ വിചാരിക്കുക, ലൈഫായ ഹദീസ് അത് സ്ഥിരപ്പെട്ടിട്ടില്ല, അത് സ്ഥിരപ്പെടുന്ന വിഷയത്തിൽ സംശയമുണ്ടാക്കുന്നു എന്ന് സഹാബാക്കളുടെ കാലം മുതലേ സ്ഥിരപ്പെട്ട ഒരു കാര്യം ഇവർക്ക് അറിഞ്ഞിട്ട് കൂടി ഇവരെങ്ങനെ ലൈഫിനെ മുന്തിക്കുക? ഇവർ വമാ അന്നഹും അശദ്ദു തഹരി ഫി സഹീഹി വൽ ലൈഫ്, മാത്രമല്ല ഇവരൊക്കെ എല്ലാ വിഷയത്തിലും സഹീഹും ലൈഫും കണിശമായി പരിശോധിച്ച പണ്ഡിതന്മാരുമാണ്. വമാ അന്നഹും ഇദാ സമിഉ അൽ ഹദീസ ലം യർവൂഹു ഹത്താ യതബയ്യന ലഹും അന്നഹു സഹീഹുൻ ഔ ഖരീബുൻ മിന സഹീഹ് ഔ യൂശികു അൻ യസിഹ ഇദാ വുജിദ മാ യഅറുദു. മാത്രമല്ല ഈ പണ്ഡിതന്മാരൊക്കെ ഒരു ഹദീസ് അവർക്ക് വന്നു കഴിഞ്ഞാൽ അത് സഹിയാണോ എന്ന് വ്യക്തമാകാതെ അമൽ ചെയ്യൂല, അല്ലെങ്കിൽ സഹീഹിനോട് അടുത്തതാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സനദിലൂടെ അത് ഹസനുൽ ഗൈരിയിലേക്ക് കയറാൻ സാധ്യതയുണ്ട് എന്ന ഹദീസുകളല്ലാതെ എന്നതാണ് ഈ ഹദീസ് എന്ന് ബോധ്യപ്പെടാതെ അമൽ ചെയ്യാത്ത ഇവരെങ്ങനെയാണ് ലൈഫ് ഹദീസ് കൊണ്ട് അഹ്കാം സ്ഥാപിച്ച് നിങ്ങൾ പറയുക? ഒരിക്കലും ഉണ്ടാവില്ല. ഫൈദാ കാന ദൂന ദാലിക ലം യർവൂഹു ലിൽ ഇഹ്തിജാജി ബിഹി വൽ അമലി ബിഹി അൽബത്ത, ഈ പറയപ്പെട്ട ഹദീസ് അല്ല എങ്കിൽ സഹീ അല്ല എങ്കിൽ അല്ലെങ്കിൽ ഹസൻ അല്ല എങ്കിൽ അവർ ഒരിക്കലും എന്ത് ചെയ്യൂല, അവർ തെളിവെടുക്കൂല. കുറേ കൗലുകൾ വായിച്ചല്ലോ. അങ്ങനെ ഇരിക്കെ ഒരിക്കലും ഇവിടെ ഈ വാചകങ്ങളെ നീ എന്ത് മനസ്സിലാക്കരുത്, ലൈഫായ ഹദീസിനെ അവർ അമലിന് പറ്റും, അഹ്കാമുകൾ സ്ഥാപിക്കാൻ പറ്റും എന്ന് പറഞ്ഞതാണ് എന്ന് നീ മനസ്സിലാക്കരുത്. അതല്ല, മറിച്ചവർ കേവല അഭിപ്രായത്തെക്കാളും ഫാസിദ ഖിയാസിനേക്കാളും മുന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു വിഷയം. വഖദ് തഅവ്വല ജമാഅത്തു മിനൽ ഉലമാഇ അൽ മുഹഖിഖീൻ, മുഹഖിഖീങ്ങളായ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ബിഅന്നൽ മുറാദ ബിൽ ലൈഫ് ഇൻദൽ ഇമാമി അഹ്മദ വൽ ഹസൻ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ അടുക്കലുള്ള ലൈഫായ ഹദീസ് ഹസനാണ് എന്ന്. ലിഅന്നഹു ലഅഫുൻ അൻ ദർജത്തി സഹീഹി, സഹീഹ് ഹദീസിൽ നിന്നും ബലം കുറഞ്ഞതാണ്, സഹീഹിന്റെ താഴെയുള്ള ലൈഫാണ് എന്ന് പറഞ്ഞാൽ ഹസനാണ് എന്ന ഉദ്ദേശത്തിലാണ് അവർ ലൈഫ് പറഞ്ഞത് എന്ന് ചില മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലെ ഫഖാല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ വ അമ്മാ നഹ്നു ഫഖൗലുനാ, നമ്മൾ പറയട്ടെ ഇന്നൽ ഹദീസ ലൈഫ ഖൈറുൻ മിനർ റൈ, കേവല അഭിപ്രായത്തെക്കാൾ ലൈഫായ ഹദീസാണ് ഏറ്റവും ഖൈർ. ലൈസൽ മുറാദു ബിഹി അൽ ലൈഫ് അൽ മത്റൂഖ്, അങ്ങനെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തല്ല, മത്റൂഖായ തള്ളപ്പെടേണ്ട ഹദീസ് അല്ല നമ്മൾ അതുകൊണ്ടുള്ള ഉദ്ദേശം. ലാക്കിന്നൽ മുറാദ ബിഹിൽ ഹസൻ, അതുകൊണ്ടുള്ള ഉദ്ദേശം ഹസനായ ഹദീസാണ്. ലൈഫ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ഹസനെയാണ്. ഹദീസ് അംർ ഇബ്നു ശുഐബ് അൻ നബിഹി അജ്ജദി വ ഹദീസ് ഇബ്രാഹിം അൽ ഹജരി വ അംസാലിഹിമ മിമ്മൻ യുഹസ്സിനു തിർമിദി ഹദീസഹു ഔ യുസഹിഹുഹു, ഇമാം തിർമിദി സഹിയാക്കുകയോ അല്ലെങ്കിൽ ഹസനാക്കുകയോ ചെയ്യുന്ന ഇതുപോലുള്ള ആൾക്കാരുടെ ഹദീസാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ് വക്കാനൽ ഹദീസു ഫി ഇസ്തിലാഹി മാ ഖബല തിർമിദി, ഇമാം തിർമിദിക്ക് മുമ്പ് ഹദീസിൻ്റെ ഇസ്തിലാഹിൽ ഇമ്മ സഹീഹ വ ഇമ്മ ലൈഫ, ഒന്നുകിൽ സഹീഹ് ഒന്നും ലൈഫ് ആയിരിക്കും. ഇമാം തിർമിദിയുടെ ഇസ്തിലാഹിന് മുമ്പ് ഹദീസ് ഒന്നുകിൽ സഹീഹോ ഒന്നുകിൽ ലൈഫോ ആണ്. വല്ലൈഫു നൗആൻ, ലൈഫ് രണ്ട് വിധമാണ്. ലൈഫുൻ മത്റൂഖുൻ വലൈഫുൻ ലൈസ ബിമത്റൂഖിൻ, തള്ളപ്പെടുന്ന ലൈഫ് തള്ളപ്പെടാത്ത ലൈഫ് എന്നിങ്ങനെയാണ്. ഇമാം തിർമിദിയാണ് ഫതകല്ലമ അയിമത്തുൽ ഹദീസ് ബിദാലിക്കൽ ഇസ്തിലാഹ്, ഇമാമുമാരൊക്കെ ഈ ഇസ്തിലാഹ് അനുസരിച്ച് സംസാരിച്ചിട്ടുള്ളത്. ലൈഫ് രണ്ട് ഇതാണ്, തള്ളപ്പെടുന്നത് തള്ളപ്പെടാത്തത് എന്ന്. ഫജാഅ മല്ലം യഅരിഫ് ഇല്ല ഇസ്തിലാഹ തിർമിദി, ഇമാം തിർമിദിയുടെ സാങ്കേതിക പ്രയോഗം മാത്രം അറിയുന്ന ആൾക്കാർ പിന്നെ വന്നു. ഫസമിയ കൗല ബാദിൽ അയിമ്മ, ചില ഇമാമുമാരുടെ കൗല അവർ കേട്ടു. അൽ ഹദീസു ലഈഫു അഹബ്ബു ഇലയ്യ മിനൽ ഖിയാസ്, ലഈഫായ ഹദീസ് ഖിയാസിനേക്കാൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് കേട്ടു.
ഫലന്ന അന്നഹു യുഹ്തജ്ജു ബിൽ ഹദീസിൽ ലദി യുളഇഫുഹു മിസ്ലു തിർമിദി. ഇമാം തിർമിദിയെ പോലുള്ള പണ്ഡിതന്മാർ ലൈഫ് എന്ന് പറയുന്ന ഹദീസ് കൊണ്ട് ഈ ഇമാമുമാർ തെളിവെടുക്കുകയാണ് എന്നവർ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. വാഹദ യുറജ്ജിഹു തരീഖത മൻ യറാ അന്നഹു അത്ബഉ ലിൽ ഹദീസ് സഹീഹ്. എന്ത് ചെയ്തു? വാഹദ യുറജ്ജിഹു തരീഖത മൻ യറാ അന്നഹു അത്ബഉ ലിൽ ഹദീസ് സഹീഹ് വഹു ഫീ ദാലിക മിനൽ മുതനാഖിലീന അല്ലദീന യുറജ്ജിഹൂന ശൈഅ അലാ മാ ഹുവ ഔലാ ബിർറുജ്ഹാനി മിൻഹു ഇൻ ലം യകുൻ ദൂനഹു. അവരെന്ത് വിചാരിക്കാണ്? വാഹദ യുറജ്ജിഹു തരീഖത മൻ യറാ അന്നഹു അത്ബഉ ലിൽ ഹദീസ് സഹീഹ്. അവർ സഹീഹായ ഹദീസിനെ മാത്രം ഫോളോ ചെയ്യുന്ന ആളാണ് എന്ന ആളുടെ വഴിയാണ് നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുകയും, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? എന്തിനെയാണോ തർജീഹ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റായ കാര്യത്തെ തർജീഹ് ചെയ്ത് അവർ വൈരുദ്ധ്യം പറയുന്നവരായി മാറുകയും ചെയ്യുകയാണ് എന്ന്. ഈ ഒരു അഭിപ്രായത്തെ വിശദീകരിച്ചിട്ട് ഷെയ്ഖ് ദുക്തൂർ നൂറുദ്ദീൻ ഇത്തർ എന്ന് പറയുന്ന പണ്ഡിതൻ പറയാണ് ഷെയ്ഖ് സൈബി തൈമിയുടെ കൗലിനെ, ലാകിന്ന ഹാദ തഅ്വീല യുഷ്കിലു ഇൻദനാ ബിമാ ഖാലഹു അബൂ ദാവൂദ് വലഫ്ളുഹു വഇന്ന മിനൽ അഹാദീസി ഫി കിതാബിയ സുനൻ മാ ലൈസ ബിമുത്തസിൽ വഹു മുർസലുൻ വമുദല്ലസുൻ. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ഈ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഹസനാണ് എന്നുള്ളത്, ഇമാം തിർമിദി ഹസനാക്കുന്ന പോലുള്ള ഹസനാണ് എന്നുള്ളത്, അത് നമ്മുടെ അടുക്കൽ ഒരു ഇഷ്കാൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇമാം അബൂദാവൂദിൻ്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ കിതാബിൽ സുനൻ അബി ദാവൂദിൽ ഞാൻ കൊണ്ടുവരുന്ന ഹദീസ് സനദ് മുത്തസിലല്ലാത്ത ഹദീസ് ഉണ്ടാവും, മുർസലും മുദല്ലസുമായ ഹദീസ്. വഹുവ ഇദാലം തൂജദ് സിഹാഹു ഇൻദ ആമത്തി അഹ്ലിൽ ഹദീസ്. എവിടെയും ആവശ്യത്തിൽ സഹിഹ് ഹദീസ് ഒന്നും ഇല്ലെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ, സഹിഹ് ഹദീസ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹദീസ് ലൈഫ് ഹദീസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അലാ മാന അന്നഹു മുത്തസിൽ, അതായത് മുത്തസിലായ ഹദീസ് ഒന്നും ഇല്ലെങ്കിൽ. വഹു മിസ്ലു അൽ ഹസൻ അൻ ജാബിർ വൽ ഹസൻ അൻ അബി ഹുറൈറ വൽ ഹകം അൻ മിഖ്സം അൻ അമ്മി ഇബ്നു അബ്ബാസ്. സനദ് പറയണം, അങ്ങനെയുള്ള സനദിലുള്ള ഹദീസുകളെ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈസു ജഅല അബൂ ദാവൂദ് അൽ ഹദീസ ഗൈറൽ മുത്തസിൽ സാലിഹൻ ലിൽ അമലി ഇൻദ അദമി സഹീഹ്. സഹീഹ് ഇല്ലാത്തടത്ത് മുത്തസിലല്ലാത്ത ഹദീസ് അമലിന് കൊണ്ടുവരാമെന്ന് ആര് പറയുന്നുണ്ട്? ഈ വാക്കിലൂടെ അബൂ ദാവൂദ് പറയുന്നുണ്ട്. ആര് പറയാണ്? ദുക്തൂർ നൂറുദ്ദീൻ ഇത്തർ പറയാണ്. വമഅലൂമുൻ അന്നൽ മുൻകത്തിയ മിൻ അൻവാഇൽ ഹദീസ് ലൈഫ്. നമുക്ക് അറിയുന്ന കാര്യമാണ്, മുൻകത്തിയ ഹദീസ് എന്താണ്? ലൈഫാണ്. ലൽ ഹസൻ, അത് ഹസൻ അല്ല. കമ അന്നഹു അലാ തഅവീലിൽ ലൈഫ് ബിൽ ഹസൻ ലാ മാന ലി തഖ്സീസി ഹൗലൈൽ അയിമ്മത്തി ബിൽ അമലി ബിഹി വതഖ്ദീമിഹി അലൽ ഖിയാസ്. മാത്രമല്ല ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ഈ ലൈഫ് ഹസനാണ് എങ്കിൽ അവർ ഖിയാസിനേക്കാൾ ലൈഫ് ഹദീസിനെ തഖ്ദീം ചെയ്യുന്നു, അതുകൊണ്ട് അമൽ ചെയ്യുന്നു എന്നത് പ്രത്യേകം പറയുന്നത് കൊണ്ട് അർത്ഥമില്ല, ആവശ്യവുമില്ല. ലിഅന്ന ഹാദാ മദ്ഹബു ജമാഹിരിൽ ഉലമ, ഇത് ഒരുപാട് പണ്ഡിതന്മാരുടെ മദ്ഹബാണ്, നിലപാടാണ് എന്ന്. ആരതിനെ റദ്ദ് ചെയ്തത്? നൂറുദ്ദീൻ ഇത്ര. അഖൂലു, ഞാൻ പറയുകയാണ്, അതിലൂടെ ഞാനൊരു ചെറിയൊരു താരീഖ് കൊടുത്താണ്. അൽ ഹസനുല്ലദി ഖാലഹു ഷെയ്ഖുൽ ഇസ്ലാം ലഅല്ലൽ മുറാദ ബിഹി അൽ ഹസൻ ലിഗൈരി. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ ഹസൻ എന്താകാം? ഹസൻ ലിഗൈരിഹി ആകാം. വൽ ഹസനു ഇൻദൽ ഉലമാഇ അലാ മറാത്തിബ്. കാരണം ഹസൻ ഉലമാക്കൾക്ക് വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞു ഹസൻ ലിദാത്തി ഹസൻ ലിഗൈരി. മിൻഹാ ലൈഫുൻ തഅദ്ദദ് തുറുഖുഹു. തുറുക്ക് ഒരുപാട് സനദിലൂടെ വന്ന ലൈഫ് ഉണ്ട്, ഹസൻ ലിഗൈരിയിലേക്ക് കയറുന്നുണ്ട്. വഹുവൽ ഹസൻ ലിഗൈരി, അതാണ് ഹസൻ ലിഗൈരി. ആ ഹസൻ ലിഗൈരി ആകാം ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. കമാ ഖാലൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വലൈസൽ മുറാദു ബിൽ ലൈഫ് ഇൻദഹു യാനി ഇമാം അഹ്മദ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, ഇമാം അഹമ്മദിൻ്റെ അടുക്കൽ ലൈഫ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശമല്ല എന്തല്ല ബാത്തില വലൽ മുൻകർ, ബാത്തിലോ മുൻകറോ അല്ല. വലമാ ഫീ റുവാത്തിഹി മുത്തഹമുൻ ബി ഹൈസു ലാ യസൂഖു ദഹാബു ഇലൈഹി വൽ അമലു ബി. കള്ളൻ എന്നാരോപിക്കപ്പെട്ട, അതായത് കഠിനമായ ദഅഫുള്ള ആൾക്കാരുള്ള ഹദീസും അല്ല. ബൽ അൽ ഹദീസുൽ ലഈഫു ഇൻദഹു, മറിച്ച് ഇമാം അഹമ്മദിൻ്റെ അടുക്കൽ ലഈഫ് ഹദീസ് എന്ന് പറഞ്ഞാൽ ഖിസ്മു മിൻ അഖ്സാമി, എവിടെ? ബലിൽ ഹദീസുൽ ലഈഫു ഇൻദഹു ഖസീമു സഹീഹ്. ഇമാം അഹമ്മദിൻ്റെ അടുക്കൽ ലഈഫ് ഹദീസ് എന്ന് പറഞ്ഞാൽ സഹീഹിൻ്റെ ഖസീമാണ്. ഖസീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, സഹീഹിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. വഖിസ്മു മിൻ അഖ്സാമിൽ ഹസൻ, ഹസൻ്റെ കിസ്മിൽപ്പെട്ട ഒരു കിസ്മുമാണ്. ഖസീമും കിസ്മും വ്യത്യാസമാണ്. ഖസീം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ കൂടെയുള്ള മറ്റ് പാർട്ടുകൾ. കിസ്മു എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പാർട്ടിൽപ്പെട്ട ഒന്ന്. മനസ്സിലാകുന്നുണ്ടോ?
കിസ്മ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ലൈഫായ ഹദീസ് 3 കിസ്മകളാകുന്നു. അല്ല, ഒരു ഹദീസ് ആഹാദായ ഹദീസ് 3 കിസ്മകളാകുന്നു. ആഹാദായ ഹദീസ് 3 കിസ്മകളാകുന്നു: മഷ്ഹൂർ, അസീസ്, ഗരീബ്. എന്താ പറയുക? നമ്മൾ ആഹാദായ ഹദീസ് 3 കിസ്മുകളാകുന്നു. മഷ്ഹൂറായ ഹദീസ് അസീസിന്റെ കസീമാണ്, കൂട്ടത്തിലൊന്നാണ്. അസീസായ ഹദീസ് ഗരീബിന്റെ കസീമാണ്, കൂട്ടത്തിലൊന്നാണ്. ആഹാദിന്റെ കിസ്മുകളാണ് ഇത് 3 ഇത് 3 അങ്ങോട്ടും ഇങ്ങോട്ടും കസീമുകളാണ്. അദ്ദേഹം പറഞ്ഞ പ്രയോഗമാണ് സ്വഹീഹിന്റെ കസീമാണ്, ഹസന്റെ കിസ്മുമാണ്. വളരെ സൂക്ഷ്മമായ പ്രയോഗമാണ് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുള്ളത്. വലം യകുൻ യുക്സമു അൽ ഹദീസു ഇലാ സഹീഹിൻ വഹസനിൻ വലൈഫ്. ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ പഴയകാലത്ത് എന്തില്ല, ഹദീസ് സഹീഹ്, ഹസൻ, ലൈഫ് ഇങ്ങനെ 3 ആയിട്ട് തരംതിരിച്ചിരുന്നില്ല. ബൽ ഇലാ സഹീഹിൻ വലൈഫ്, മറിച്ച് സഹീഹ് ലൈഫേ പറഞ്ഞിട്ടുള്ളൂ. വല്ലൈഫ് ഇൻദഹു മറാത്തിബ്, ലൈഫ് തന്നെ ഇവരുടെ അടുക്കൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. വതഹമ്മൽ തഅബീറഹു റഹിമഹുല്ലാഹ് അൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞ പ്രയോഗം ശരിക്കും ശ്രദ്ധിക്കുക. ഖിസ്മുൻ മിൻ അഖ്സാമിൽ ഹദീസ്, അല്ലേ? വമിസ്ലുഹു ഖാല ഇബ്നുൽ മുഫ്ലിഹ് ഫിൽ ആദാബി ശറഇയ്യ. ഇതേപോലെ തന്നെയാണ് ഇമാം ഇബ്നുൽ മുഫ്ലിഹി അതായത് അൽ ആദാബു ശറഇ എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ലൈഫായ ഹദീസ് അല്ല, പിന്നെ ഹസനുൻ ലിഗൈരിഹി ആയ ഹദീസാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ ആദാബു ശറഇയ്യയിൽ ഇബ്നുൽ മുഫ്ലിഹി പറഞ്ഞത് എന്താണ്? വഅമ്മൽ അമലു ബിൽ ലൈഫി, ലൈഫായ ഹദീസ് കൊണ്ടുള്ള അമൽ, ഫിൽ ഹലാലി വൽ ഹറാം, ഹലാൽ ഹറാമുകളിൽ, ഫൈൻ കാന ഹസനൻ, അത് ഹസനാണെങ്കിൽ, ലൈഫായ ഹദീസ് അത് ഹസനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹസനുൽ ഗൈരി ആണെങ്കിൽ. എപ്പോൾ ഹസനുൽ ഗൈരി ആകുക? ലൈഫായ ഹദീസ് ഒന്നിൽ കൂടുതൽ സനദിൽ വന്നാൽ. ഓരോ സനദും ലൈഫാണ്. അവരുടെ പ്രയോഗം തന്നെ അങ്ങനെയാണ്. ഫുഖഹാക്കളുടെ അയിമത്തുകളുടെ പ്രയോഗത്തെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ് കാര്യം തിരിയാത്തത്. ഇവിടെ പ്രയോഗിച്ച പ്രയോഗം നോക്കിയേ, അമ്മൽ അമൽ ബിൽ ലൈഫി ഫിൽ ഹലാലി വൽ ഹറാം, ഹലാലിന്റെയും ഹറാമിന്റെയും വിഷയത്തിൽ ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യൽ. ഫൈൻ കാന ഹസനൻ, അത് ഹസനാണെങ്കിൽ ഫൈനോ യുഹ്തജു ബി, അതുകൊണ്ട് തെളിവെടുക്കാം. ലൈഫ് എങ്ങനെ ഹസനാകുക? ഹസൻ ലിഗൈരിഹിയാണ്, ഒന്നിൽ കൂടുതൽ സനദ് വന്നിട്ടാണ്. വഖദ് യുത്ലഖു അലൈഹി ബഅദുഹും അന്നഹു ഹദീസുൻ ലൈഫ്, ചില ആൾക്കാർ അതിനെക്കുറിച്ച് എന്ത് പറയും? അത് ഹദീസുൻ ലൈഫാണ് എന്ന് പറയും. വൈലം യകുൻ ഹസനൻ, ഇനി ഹസൻ അല്ല എങ്കിൽ. അപ്പം അധികം ആൾക്കാരും ലൈഫ് എന്ന് പറയും എന്തിനെ? ഹസനുൻ ലിഗൈരിഹിയെ. കൃത്യം പറഞ്ഞു വൈലം യകുൻ ഹസനൻ, ഹസൻ അല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ ഹസനുൻ ലിഗൈരിഹി അല്ല എങ്കിൽ ലം യുഹ്തജ ബിഹി, അതുകൊണ്ട് തെളിവെടുക്കാൻ പറ്റുകയില്ല. കമാ തഖദ്ദം, മുമ്പ് പറഞ്ഞതുപോലെ. ഇവിടെയും ലഅൽ മുറാദ ബിൽ ഹസനി അൽ ഹസനു ലിഗൈരിഹി, ഇവിടെയും ഹസൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഹസനു ലിഗൈരിഹിയാണ്. ചുരുക്കി പറഞ്ഞാൽ വഅലാ കുല്ലി ഹാൽ, മൊത്തത്തിൽ പറഞ്ഞാൽ അൽ അസ്ലു ഇൻദ ഹൗലൈ ഐലൻ അദമു ജവാസിൽ അമലി ബിൽ ഹദീസിൽ ലൈഫി വല്ലാഹു അലം. ഈ പണ്ഡിതന്മാരുടെ അടുക്കൽ എന്തുതന്നെയാണ്? ലൈഫ് ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റുകയില്ല എന്നത് തന്നെയാണ്. നമ്മുടെ അടുക്കലുള്ള ലൈഫ്. ഇവർ ആ ലൈഫ് കൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നും തല്ല ഈ വിധൈകൾക്ക് ന്യായമല്ല. ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ പണ്ഡിതന്മാരുടെയും കൗലുകൾക്ക് ഇറങ്ങുമ്പോഴാണ് എന്താണ് ഇവർ ലൈഫ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ബോധ്യമാകുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞ അഭിപ്രായവും എന്തുതന്നെയാണ്? ലൈഫായ ഹദീസ് കൊണ്ട് അമൽ പറ്റൂല എന്ന് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ കോലാണെന്ന് പിന്നെ വയ്ക്കാം. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.